മിസ്റ്റർ ജാതുകുട്ടി, വിഷ് യു എ വെരി ഹാപ്പി റിട്ടേൺ ലൈഫ്. താങ്ക് യു സർ, താങ്ക് യു. ജോലിയെന്ന് പിരിഞ്ഞപ്പോ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? സ്തുത്യർഹമായ സേവനത്തിന്റെ 30 വർഷങ്ങൾ അവസാനിച്ചു മാധവി. ഭാഗ്യം. ഈ ഇൻസ്പെക്ടർമാരുടെ ചീത്തവിളി കേൾക്കണ്ടല്ലോ. നീ ഒന്നും ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. DYSP സാധാരണ സാർ പ്രസംഗിച്ച എന്താണെന്ന് അറിയാമോ നിനക്ക്? ചാത്തുക്കുട്ടി കോൺസ്റ്റബിളിനെ പോലെ സത്യസന്ധനും കർമ്മനിരതനും ബുദ്ധിമാനും ധീരനുമായ ഒരാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ സഹിക്കാനാവുന്നതല്ലെന്ന്. അപ്പോഴും കുളിരുകോരി, ഇപ്പോഴും കുളിരുകോരുന്നു. വല്ലവരും ചാവുമ്പോ മന്ത്രിമാര് ഞെട്ടുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ വെറുതെ കുളിരു കോരേണ്ട ആവശ്യമൊന്നുമില്ല. കാൽ കാശിന് കൊള്ളാത്തവനാണെങ്കിലും ഒരുത്തം പിരിയാൻ നേരത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും ഒരു ചടങ്ങാ. ഞാൻ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പുറത്തോട്ട് പോയിക്കട്ടെ. കാശ് കൊടുത്ത് വാങ്ങിച്ചാണോ? ഞാൻ കാശിന് കൊള്ളാത്തവനായിരുന്നെങ്കിൽ തിരുമണ്ടനായ നിന്റെ മകൻ SI പാസ്സാകുമായിരുന്നു. എന്റെ വാക്ക് തട്ടിക്കളയാനാവാത്തോണ്ട് ഡിപ്പാർട്ട്മെന്റ് അവനെ പാസ്സാക്കിയതാ. അറിയാമോ നിനക്ക്? തോക്കാൻ വേണ്ടിയാ അവൻ ടെസ്റ്റ് എഴുതിയത്. എന്ത് എന്ന് വന്നാലും ട്രെയിനിങ്ങിന് പോവില്ല എന്ന് ഇന്നലെ വന്ന കത്തിലും അവൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഹാ, എന്നാ കേട്ടോ, അവൻ ട്രെയിനിങ്ങിന് പോയില്ലെങ്കിൽ അവന്റെ എല്ലൂരി ഈ ജനവാതിലിന് ഗ്രില്ലിടും ഞാൻ. ഇഷ്ടമില്ലാത്തവനെ പിടിച്ച് നിങ്ങൾ പോലീസിൽ ചേർക്കുന്നത് എന്തിനാ? അവന്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ലല്ലോ അവൻ ഈ ഭൂമിയിൽ ഉണ്ടായത്. ആണോടി? ഛത്രപതി ശിവജി അദ്ദേഹത്തിന് പീരങ്കികളില്ലായിരുന്നു, മെഷീൻ ഗണ്ടുകളില്ലായിരുന്നു. എന്നിട്ടും മലവെള്ളം പോലെ ഇളകിയാർത്തു വന്ന മുഗള സൈന്യത്തെ മുഴുവൻ നേരിട്ടത് അദ്ദേഹത്തിന്റെ ആത്മധൈര്യം കൊണ്ട് മാത്രമായിരുന്നു. ഛത്രപതി ശിവജിയെ പോലെ ധൈര്യം പടവാളായെടുത്ത് രണഭൂമിയിൽ അടരാടിയിട്ടുള്ള വീരയോദ്ധാക്കൾ ലോകചരിത്രത്തിൽ അധികമില്ല. വനാന്തരങ്ങളിൽ ഒളിഞ്ഞിരുന്ന് അപ്രതീക്ഷിതമായി ശത്രുനിരയുടെ നേരെ ചാടി വീണാക്രമിക്കുക, അതായിരുന്നു ആ കാട്ടിലൂടെ യുദ്ധതന്ത്രം. ഛത്രപതി ശിവജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഒരിക്കലും ചോർന്നു പോകാത്ത മനോവീര്യം, ധൈര്യം. ധൈര്യമാണ് എല്ലാത്തിലും വലുത്. ഭയമെന്നൊരു വികാരമേ നമുക്കുണ്ടാകാൻ പാടില്ല. ആകാശമിടിഞ്ഞ് വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല. ധൈര്യം, ധൈര്യത്തെപ്പറ്റി എനിക്കൊരു ഇവിടെ എന്താ പാമ്പ്? പാമ്പോ? ഇവിടെ പാമ്പ് എവിടെ? തന്നോടാ ചോദിച്ചത് പാമ്പ് എവിടാന്ന്? പാമ്പടെ ആകാശം ഇടിഞ്ഞു വീണാലും ധൈര്യം കൈവിടുന്ന സാർ പറഞ്ഞില്ലേ? എങ്കിൽ സാറിനെ തന്നെ ഒന്ന് പരീക്ഷിച്ചു കളയാൻ ഞാൻ. ക്ലാസ്സിൽ തോന്നിയോ ഞാൻ നിന്നെ ഡിസ്മിസ് ചെയ്തതായി. സന്തോഷം. സാറേ സാർ ഇങ്ങോട്ട് വന്നത്. സാർ ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ട് വന്നോട്ടെ സാർ. അങ്ങോട്ട് നടക്കാൻ. പിന്നെ ചുമ്മാ പറഞ്ഞാണല്ലേ? പെട്ടെന്ന് ആവേശത്തിന് ആ പയ്യനെ കയറി ഡിസ്മിസ് ചെയ്ത മാസം കിട്ടുന്ന 10-25 രൂപയാണ് നഷ്ടം. പ്രിൻസിപ്പാളെന്ന് കരുതിയിട്ട് എന്ത് വീരക്കൂടെ കൂടി ചെയ്യാമോ? മാസാമാസം ശമ്പളം ചോദിക്കുമ്പോ കൈമലർത്തി കാണിച്ച് ഞങ്ങൾ ഇഷ്ടത്തോട് പോകും. തന്നോട് പോ. ഓ, നിന്റെയൊക്കെ ക്ലാസ്സിന് പിന്നെ ഗുണം കൊണ്ടാ കോളേജ് ഈ പരുവത്തിലായത്. കോളേജ് കോളേജ് ഇന്നില്ല, ഇന്ന് വേണം. നാളെ ആവട്ടെ. രാത്രി ഉണ്ണാനുള്ള കാശുകൾ എന്താ? ഉണ്ണണ്ട. ഉച്ചയ്ക്ക് മിഷ്ടാനം ഉണ്ടില്ലേ? അത് മതി. എന്റെ ഉച്ച ഓണായി കാണുന്നത്. ഇതിനേക്കാൾ നല്ല വില തോട്ടി പഠിക്കാൻ പോകുന്ന. അതിനേ കൊള്ളത്തുള്ളൂ.
അതാക്കോ ഞാൻ മോഹൻദാസാ എന്നോ അച്ഛനായിരുന്നു. അച്ഛൻ്റെ ഇവിടെ നീ എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? എന്തോ വിചാരിച്ചു. ആ, നിന്റെ വിചാരമൊക്കെ മനസ്സിലിരിക്കട്ടെ. ഇവിടുന്ന് സാധനങ്ങൾ വല്ലതും എടുക്കാണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടിവാ. നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എന്നിട്ട് എങ്ങോട്ടാ? എന്റെ മുമ്പ് പിള്ളേരെ പഠിപ്പിച്ച് വായിൽ വെള്ളം പറ്റിച്ചതൊക്കെ മതി. തോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തെന്ന് നിന്റെ അമ്മ പറഞ്ഞു. പക്ഷെ നിന്നെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കത്തും വന്നിട്ടുണ്ട്. ആ, ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാഞ്ഞ്. അതുകൊണ്ടാണല്ലോ ഞാൻ ലോഡ്ജിലേക്ക് വന്നത്. എനിക്കിപ്പോ തൽക്കാലം സബ് ഇൻസ്പെക്ടർ ആകണ്ട. തൽക്കാലം ഇൻസ്പെക്ടർ ആവാൻ ഒക്കെയില്ല, ട്രെയിനിങ് കഴിയാതെ. അത് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നില്ലല്ലോ. പോകുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നത് നിനക്ക് നല്ലത്. എന്താ നിന്റെ വിചാരം? കഷ്ടപ്പെട്ട് നിന്നെ എം എ വരെ പഠിപ്പിച്ചത് ഈ തല്ലിപ്പൊളി തൂട്ടോലിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാനല്ല. ഒരു എസ് ഐയുടെ ശമ്പള സ്കെയിൽ എന്താണെന്ന് നിനക്കറിയാമോ? വിട്ടി. ആ, ശമ്പള സ്കെയിലിന്റെ പ്രശ്നമാണെങ്കിലേ അടുത്ത മാസം മുതൽ 3000 രൂപ വരാൻ എന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതേ നിന്നെ പോലെ ഒരു വിട്ടി നിന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ, നിന്റെ തള്ള, അവള് വിശ്വസിക്കും. 3000 ഉളുവ പോലും. ഞാൻ വന്ന് കണ്ടല്ലേ നിന്റെ ഓട്ടോറിയല്ലേ? നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. നിന്നെ കൊണ്ടുപോകുന്നു. നോക്കട്ടെ, പെട്ടി പ്രമാണം ഒന്നും വേണ്ട. കൈവച്ച ആളുകളാണ്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ വരാച്ചാ. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ മുറിയിനകത്താണല്ലോ. അയ്യോ, ഒരു ഭീരു 1000 തവണ മരിക്കും. ധീരൻ ഒറ്റ മരണമേ ഉള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അപകടം പിടിച്ചാണെന്നല്ലേ നിന്റെ പേടി? പേടിയോ? ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി മോനെ? എനിക്ക് ഓടാൻ വയ്യ, ഞാൻ വയസ്സായതാ. അവിടെ നിൽക്ക, ഓടി വെറുതെ കയ്യും കാലും ഒന്നും ഓടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസാ, മോഹൻദാസ്, എടാ അവിടെ നിൽക്ക, എനിക്ക് ഓടാൻ വയ്യ വയസ്സുകാലത്ത്. എടാ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ നിന്നെക്കാൾ എംപ്രദവന്മാരെ ഞാൻ പിടിച്ചിട്ടുള്ളതാ. മോഹൻദാസാ, എടാ അതെ എന്നെ വെറുതെ വയസ്സുകാലത്ത് ഓടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസ്, മോഹൻദാസാ, മോഹൻദാസാ. എന്നാ പിന്നെ നിങ്ങൾ നടന്നു. ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കാമെന്ന് തോന്നുന്നില്ല. ഞാൻ പോയി വല്ല വലിയ ബാക്കി കേട്ടെ. നല്ലതാ. തപ്പുമ്പോ ഇച്ചിരി കൂടുതൽ എത്തിക്കോ. ഒന്ന് വൃത്തിയോടെ അടിച്ചിട്ട് മാസമുണ്ടായി. അപ്പൊ നാളെ കാണാം. പ്രിൻസിപ്പൽ സാറേ, പ്രിൻസിപ്പൽ സാറേ ഒന്നാണ് നിൽക്കണേ. ഒരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ പോയി കണ്ടില്ല, കോളേജിൽ പോയി കണ്ടില്ല. എനിക്ക് എന്റെ മോനെ സബ് ഇൻസ്പെക്ടർ ആക്കണം. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. നാളെ അവൻ ട്യൂട്ടോറിൽ വന്നു കഴിയുമ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞ് വിട്ടേക്കണം. ആ പേടിച്ചു തൂറി ഇൻസ്പെക്ടർ ആക്കാൻ തന്നെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഒരൊറ്റ ഞെട്ടലാ. അധീരൻ കത്തിക്കുത്ത് കൊലപാതകം എന്നൊക്കെ വല്ലവരും പറയുന്ന കേട്ടാ മതി. ഇഷ്ടം അത്രമൂത്രം ഒഴിക്കും. പോവാ. ഇനി അവനെ കോളേജിൽ കയറ്റരുത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, അതിപ്പോ ഞാൻ പറയും. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അതിനുള്ള പണി ഞാൻ നോക്കിക്കോളാം. ക്ലാസ് മുറിയിൽ വന്ന എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ കരണക്കുറ്റിക്ക് അടിഞ്ഞ് ഞാൻ പിടിക്കൊണ്ടു. അതിന് തടസ്സം നിന്നാൽ എല്ലാത്തിനും ഞാൻ ചീത്ത വിളിച്ച് നാട്ടിക്കും. അതിനൊന്നും ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്റെ ക്ലാസ് മോശമാണെങ്കിൽ അത് പറ, സ്വഭാവം ചീത്താണെങ്കിൽ അത് പറ. ഇതൊരുമാതിരി മോഹൻദാസേ, സ്ഥാപനത്തിന് നല്ല പേരുണ്ടാക്കി ഇതൊന്ന് വിപുലീകരിച്ച് ഒരു നേരമെങ്കിലും കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ വെച്ച് തല്ലും പ്രിയം ഉണ്ടാകാൻ സ്ഥിതി എന്താവും? ക്ലാസ്സിലൊന്നും കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പലരും പിന്മാറിപ്പോകുന്ന അറിയാമല്ലോ. ഈ അടിപൊളി കൂടി ആയാൽ ഇപ്പോഴുള്ള പെമ്പിള്ളേരും കൂടി വരാതെയോ. അതോടെ കച്ചവടം മതിയേക്ക് കട അടയ്ക്കേണ്ടി വരും. ഇത്രയും നല്ലൊരവസരം ആരെങ്കിലും കളയും മാഷെ? ഇവരൊക്കെ പറയുന്നു കേട്ടു മാഷിന് പേടിയൊന്നും. നേരാണോ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നം അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസ ഉണ്ടല്ലോ, ആരെയും തല്ലുന്നും കൊല്ലുമെന്ന് എനിക്കിഷ്ടമല്ല. അഹിംസ സത്യമായിട്ടും ഞാനൊരു അഹിംസവാദിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാസം പൊക്കോളൂ. ഏതെങ്കിലും കളവ് കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷന് വരുമ്പോ അവിടെ വെച്ച് കാണാം. നിങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല മാസച്ച മാഷെ, സുധാകരൻ മാഷെ, മാഷേ, മൂർണ്ണം മാഷെ. നിന്റെ ഈ തട്ടിപ്പ് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പോയി രക്ഷപ്പെടാൻ നോക്കും. അപ്പഴേ ഞങ്ങൾ ഈ ക്ലാസ് തുടങ്ങാം. മാസ്റ്റർ ചെന്നാട്ടെ. അപ്പൊ രക്ഷയില്ലേ? ഇല്ല ഇല്ല ഇല്ല. ദേവയാനി ടീച്ചറെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് വല്ല തെറ്റും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മാഷ് ഇതുവരെ
തെറ്റൊന്നും ചെയ്തേ ഓർക്കുന്നില്ല. ഇല്ലേ? ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ട്രെയിനിങ്ങിന് പോകുന്നു, അത് ഗാന്ധിജിയുടെ അഹിംസാവാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിലെ ഈ മാത്തച്ഛൻ മാഷയും മറ്റും വിചാരം ഞാൻ കള്ളം പറയുന്നതെന്നാ. സത്യമായിട്ടല്ല ടീച്ചറെ. ഈ ചെറുപ്പം മുതലേ ഒരുപാട് ഗാന്ധി സാഹിത്യമൊക്കെ വായിച്ച് ഞാൻ വല്ലാത്തൊരു അഹിംസാവാദിയായി പോയതാ. എങ്കിൽ പിന്നെ ഗാന്ധിജിയെ പോലെ ഒറ്റത്തോർത്ത് മുൻകൂടിയൊക്കെ ആവാലോ. ഏയ്, എനിക്ക് അതിനൊക്കെ പ്രായമൊന്നും ആയിട്ടില്ല. മാഷിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കയ്യിൽ കിട്ടിയ ഭാഗ്യം തട്ടിക്കളയുമായിരുന്നില്ല. മാഷക്കറിയോ, ഹോസ്റ്റലിലെ വാടക എടുത്തിട്ട് 2 മാസമായി. ഞാൻ വല്ലത് അയച്ചു കൊടുത്തിട്ട് വേണം ഇന്നത്തെ അടുപ്പിൽ തീ പൂട്ടാൻ. വേറെ ഒരു മാർഗമില്ലാത്തതുകൊണ്ടാ ഈ നശിച്ച ട്യൂട്ടോറിയൽ കാലം കഴിക്കുന്നത്. മാഷിനെ രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലത്തരക്കുണ്ട്. അച്ഛനും ഒരനിയനും, അമ്മയില്ല. ഐ എം സോറി. ടീച്ചർ ഒരു പ്രാരാബ്ധക്കാരിയാണെന്ന് കണ്ടപ്പോ തോന്നിയില്ല. പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കൊക്കെ രക്ഷപ്പെടാൻ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് വരും. ഇത് അങ്ങനെയൊരു സന്ദർഭമാണെന്ന് കരുതിക്കോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മോനെ, പഠിക്കൽ വരെ മൂത്തേർത്ത് രാമേട്ടുണ്ടായിരുന്നു. ആഹാ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കൊന്ന് എന്നെ ആരെങ്കിലും പിടിച്ചു വിഴുങ്ങോ? ഇന്ന് എത്ര കാലം കൊണ്ട് ഞാൻ കാണുന്നു മോനെ. അമ്മ എന്ത് കണ്ടു? ഒരു കുന്തവും കണ്ടിട്ടില്ല. അത് ശരി, നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. ആ, എന്റെ ജോലി പോയമ്മേ. സന്തോഷം. സന്തോഷം? സ്വന്തം മകന്റെ ജോലി പോയ സന്തോഷിക്കാ വേണ്ടത്. ഇങ്ങനെ തന്നെ ഞാനും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? ഓ, ഒരു വലിയ കോളേജ് അധ്യാപകൻ. നീ അവിടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയടാ ഈ ത്യാഗമൊക്കെ? നിന്റെ ഭാര്യയും മക്കളെയും പോറ്റാനോ? അത് ശരി. അപ്പൊ അമ്മയെ ഇപ്പൊ ശത്രുപക്ഷത്താണല്ലേ? സ്വപ്നം കണ്ടിട്ടിരുന്നാ മതി. ഓ, സബ് ഇൻസ്പെക്ടറുടെ അമ്മയാകാൻ എന്ത് കൊതിയാണെന്നറിയോ? അയ്യടാ, പോലീസ് പണിക്ക് നീ കൊള്ളത്തില്ലെന്നും നീ പേടിത്തൊണ്ടനാണെന്നും എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛനെ പോലെ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. അമ്മേ, എന്നെ പേടിത്തൊണ്ടെന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് അഹിംസവാദം ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ പേടിയൊന്നുമില്ല. അമ്മ തെറ്റു വെക്കുന്നു. ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടിക്ക് പോയി നിൽക്കുന്ന അമ്മയ്ക്ക് കാണണം. അയ്യോ, അങ്ങനെ സാഹസങ്ങളൊന്നും കാണിച്ചു കളയരുതേ. ആ, അങ്ങനെ വഴിക്കുവാ. നിനക്ക് ചോറോ കഞ്ഞി വല്ലതും വേണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചെന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആളെവിടെ? ആര്? എന്റെ ഫാദർ. ഊണ് കഴിഞ്ഞ് കത്തിക്കരി കിടന്ന് പോത്തിനെ പോലെ മുക്രിയിരുന്നു. ആ, ഇടട്ടെ നല്ലോണം ഇടട്ടെ. അമ്മേ, എന്താ മോനെ? പല കള്ളന്മാരുമായിരിക്കും. പട്ടി പറിക്കുന്നുണ്ടല്ലോ. പുറത്തിറങ്ങി നോക്ക്, എന്നിട്ട് കള്ളനെ നീ തന്നെ പിടിക്ക്. ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി? പേടിയൊന്നുമില്ല. എന്നുവെച്ച് മനുഷ്യന് ഭയമില്ലായിരിക്കും. ഇത് ഞാനാ, നിന്റെ അച്ഛൻ. അച്ഛൻ കള്ളനല്ല, പോലീസല്ലേ? അതെ. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എന്തോ വിചാരിച്ചു. എന്റെ പൊന്നു മോനെ, ഇനിയെങ്കിലും നീ നേരെ ചൊവ്വ എന്തെങ്കിലും വിചാരിക്കും. 30 വർഷക്കാലം സർവീസ് ചെയ്ത് സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പം കൊണ്ടവനാ ഞാൻ. എന്റെ മോനൊരു SI ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. നീ എന്തിനാ പേടിക്കണേ? കാക്കിക്കുപ്പായി വിട്ടത് നാട്ടുകാർക്കാ പേടി. നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും എന്നറിയാമോ? നീ ആരും കുത്തണ്ട, ആരും കൊല്ലണ്ട. നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ശ്രമിച്ചാൽ നിനക്ക് IPS കിട്ടും. അങ്ങനെ കേറി 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 നിനക്കൊരു IG വരെ ആവാൻ മോനെ. ട്രെയിനിങ്ങിന് പോവില്ലേ? എന്റെ മോൻ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ മോനെ? മോൻ ട്രെയിനിങ്ങിന് പോവില്ലേ മോനെ? എന്റെ പൊന്നു മോനെ.
Get out! Right! Safe! Run it! Off to the place! Safe! Fall out! I say fall out! ഒരു നാളുണ്ട് ഓടിട്ട് വേണം ഓടിട്ട് വേണം jump position ready. Go. Orbit, open, go. On the hands down. Go. Bend. Touch. Bend. Touch. കയ്യിലൂട്ടാന്നോട്ട് ഇതുവരെ ശരിയായില്ലേ? ഹൈപ്പട്ടാംസ് 2 റൗണ്ട് ഓടിട്ട് വേണം. ഈ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല പത്മനാഭ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തു കാണും. കഷ്ടപ്പെടാതെ ചുമ്മാ കയറി എസ്ഐയാവാൻ പറ്റും. ഇതൊരു വെല്ലുവിളിയായിട്ടെടുക്കും. നോക്കിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് വാങ്ങിക്കും. എന്നോട് ബഹുമാനം കാണിക്കാത്ത കുറെ എരപ്പാളികളുണ്ട് അവിടെ. ഞാൻ എല്ലാവരും ഇടിച്ചു നിരപ്പാക്കും. കാക്കിക്കുപ്പായത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതൊരു വെയിറ്റ് തന്നെയാ. കാശൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ? ആ ട്യൂട്ടോറിയൽ കോളേജ് ഒരു സ്വർഗമായിരുന്നു. പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസിനത്തിൽ ഒരു 50 രൂപ തികച്ച് കിട്ടിയാൽ മതി, മാത്തച്ഛൻ കുപ്പി വാങ്ങിക്കും. ചിലപ്പോ നേരം വിളിക്കുന്നവരെ തണ്ണിയുടെയും പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിരിക്കും. ആലോചിക്കുമ്പോ കരച്ചിൽ വരുന്നു. അപ്പോ മോഹൻദാസ് തന്നെ അടിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു രസത്തിന് വല്ലപ്പോഴൊക്കെ. അല്ല പത്മനാഭ, ആ ഇൻസ്ട്രക്ടർക്ക് എന്നോട് വല്ല വ്യക്തിവൈരാഗ്യമുണ്ടോ? എങ്ങനെയുണ്ടോ ഒരു പണിഷ്മെന്റ്? മേലും കൈയൊന്നും അനക്കാൻ വയ്യ. നാളെ ഓഫ് ഡേ ആണല്ലോ, എന്താ പ്രോഗ്രാം? അയ്യോ, ഞാനതങ്ങ് മറന്നു. നേരെ ട്യൂട്ടോറിയൽ കൂടെ ചെല്ലുക, മാഷന്മാരെയൊക്കെ വിളിക്കുക, മനസ്സ് കൊടുക്കുക, കുറച്ച് വെള്ളം അടിക്കും. ട്യൂട്ടോറിയൽ ആരെയും കണ്ടില്ല. കുറച്ച് കഴിയുമ്പോ ട്യൂട്ടോറിയൽ തന്നെ കണ്ടിരുന്നു. അനുദിനം വളരെ വളരെ വഷളായിക്കൊണ്ടിരിക്കുക. ഷർട്ടിന്റെ വാടക കൊടുത്തിട്ട് 6 മാസമായി. നീയാണ് ഭാഗ്യവാൻ. എന്തായി? പോസ്റ്റിംഗ് ആയില്ലേ? പോസ്റ്റിംഗ് ആയി. ഇനിയല്ലേ പരീക്ഷണം. അടുത്ത ബുധനാഴ്ച ചാർജ് എടുക്കണം. എനിക്കൊരു മനസ്സമാധാനമില്ല മാഷെ. ഏത് സ്റ്റേഷനിലാ? കുറച്ചുള്ളിലാ. മുതലക്കൊണ്ട് പോലീസ്. എവിടെ എവിടെ? മുതലക്കൊണ്ട്. നിങ്ങൾ കാണിക്കേ, എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെ കണ്ട് ആ സ്റ്റേഷൻ മാറ്റി തരാൻ പറ. എന്താ പ്രശ്നം? എടോ, കുറച്ചു കാലം കൂടി നമുക്ക് ജീവിച്ചിരിക്കുന്ന ആഗ്രഹമില്ലേ? പിന്നെ ജീവനെ കൊതിൽ ഒരൊറ്റ എടുത്തുന്നു. മുതലക്കൊണ്ട് രസമായിട്ടില്ല. വലിയ വലിയ കൊമ്പന്മാരായ ഇൻസ്പെക്ടർമാർ വരെ തോറ്റ് തൊപ്പിട്ട് വന്ന സ്ഥലമാണത്.
മിടുക്കന്മാരാൻ ശ്രമിച്ച പല വമ്പന്മാരുടെയും ശവം പോലും ഇന്നുവരെ കണ്ടുകിട്ടിയില്ല. എന്താണ് കുഴപ്പം? അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ടില്ല. നീ എങ്ങനെയെങ്കിലും ഈ സ്ഥലം മാറ്റം വാങ്ങാൻ നോക്ക്. എന്തൊരു അനുഗ്രഹം അവിടുത്തെ ഒരു സ്കൂൾ പഠിപ്പിക്കുക. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്താ നമ്മൾ ഈ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കും. ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. പോസ്റ്റേടെ വേറെ പോസ്റ്റേട്ടെ. ആ അല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചാൽ സ്റ്റേഷൻ മാറ്റി കിട്ടില്ലേ? ആ മനുഷ്യൻ എന്റെ ജീവൻ പോയി കിട്ടാൻ കാത്തിരിക്കല്ലേ മാഷെ. മാഷെന്ന് എന്റെ കൂടെ വീട്ടിലേക്ക് വരുമോ? അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്റെ മകനായതുകൊണ്ട് ആള് ധീരനായിരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നിന്നെ മുതലക്കൊണ്ടി തന്നെ പോസ്റ്റ് ചെയ്തത്. ആദ്യത്തെ പോസ്റ്റിംഗ് ആവുമ്പോ ഒരു കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. നിന്നെ തട്ടി അവരകത്താക്കും. ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് സർക്കാർ നിന്നെ ട്രെയിനിങ്ങിന് അയച്ചത് വെറുതെ അല്ല. വലിയ സ്വാധീനമുള്ള ആളല്ലേ, ചെന്ന് പറഞ്ഞാ എന്ത് കാര്യവും. ഓടിയകത്ത് ചലിക്കാതെ. അല്ല മുതലക്കുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള സ്ഥലമല്ല. തന്റെ റെക്കമെൻഡേഷൻ ഒന്നും കൂടെ വേണം. മാഷെ, ആ മനുഷ്യനൊരു ബോധവും കഥയില്ല, മുഴു പ്രാന്ത. ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിരിക്കുക. എന്താ? ഞാൻ മുതലക്കൊണ്ടി ചെന്ന് മാഷ് ദാനന്ദനൊന്ന് കാണട്ടെ. ഒരു കത്ത് തന്നാ മതി. ഏതായാലും തൽക്കാലം ചാർജ് എടുക്കുന്നില്ല. വല്ല ന്യൂമോണിയായോ ടൈഫോയിഡോ ഒക്കെ ആണെന്ന് പറഞ്ഞ് കുറച്ചു കാലം ലീവ് എടുക്കാം. എന്നിട്ട് പുതിയ SI ആണെന്ന് നാട്ടുകാരെ ആരെയും അറിയിക്കാതെ കുറെ കാലം അവിടെ താമസിക്കും. അവിടുത്തെ എല്ലാ വില്ലന്മാരെയും കുഴപ്പക്കാരെയും സോപ്പിട്ട് വശത്തായി കഴിഞ്ഞാൽ കുറച്ചു കാലം എനിക്ക് അവിടെ പിടിച്ചു. എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാവെടുക്കാമല്ലോ. ഒരു ഹ്രസ്വകാല പ്രശ്ന വേഷം എന്തോന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആണത്. പക്ഷേ നല്ല വില്ലന്മാരെ ഫ്രണ്ട്ഷിപ്പിന് കിട്ടുമോ? അല്ല, അങ്ങനെ കിട്ടില്ല. എന്റെ സോപ്പിൽ വില്ലന്മാര് വീഴില്ല എന്നാണെങ്കിൽ ജീവൻ പോയാലും ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആ, ശ്രമിച്ചു നോക്ക്. നിന്റെ സോപ്പിന് വില്ലന്മാര് വീട് കിട്ടാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുക. എന്റെ മുതലെ കൊണ്ട് ഭഗവതി. വന്നാട്ടെ. ഇരിക്കും. ഇത്തരം സത്കർമ്മങ്ങൾ വലിയ മനുഷ്യർക്കേ ചെയ്യാനൊക്കൂ. ശ്രീമാൻ അനന്തൻ നായരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂൾ മുതലക്കൊണ്ടിനെ സർക്കാർ അനുവദിച്ചു തന്നത്. പട്ടിണിപ്പാവങ്ങളായ കുറെ കുട്ടികൾക്ക് ഇപ്പോഴിതാ അദ്ദേഹം വസ്ത്രം ദാനം ചെയ്യും. ആ പുണ്യമായ കൈകൾ കൊണ്ട് തന്നെ അത് ചെയ്തു തരുവാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ചെലവായതിന്റെ ഇരട്ടി പണം ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, വല്ല പ്രയോജനം ഉണ്ടാകുമോ? ഇല്ല മുതലാളി. ആ, അതാ പറഞ്ഞത്. നമ്മൾ വല്ലതും ചെയ്യുമ്പോ നാലാളറിയണം എന്ന് വെച്ചാൽ
നാലാൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഉള്ളതാ മുതലാളി. ആളുകൾക്കൊക്കെ വലിയ മതിപ്പായി പോയി. പക്ഷെ ആ ബാലനും കൂട്ടരും ആ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വേലായുധന്റെ പുരോഗതി കൂടി നമ്മളെ റോഡ് വെട്ടുന്നതില് വേലായുധനല്ല ബാലനാ എതിര് നിൽക്കുന്നത്. കുട്ടന്മാരുടെ ചായക്കടയിൽ കൊണ്ട് അവൻ പറയാ പാവപ്പെട്ട കർഷകരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഈ ഗോഡൌൺ ഉണ്ടാക്കുന്നതെന്ന്. ഓഹോ, എങ്ങനെ കൊള്ളയടിക്കുന്നു? മാർക്കറ്റിലുള്ള വിലയുടെ പാതി പോലും കർഷകർക്ക് കൊടുക്കാതെയാണ് അത്രയും നമ്മൾ മലഞ്ചരക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ച മലഞ്ചരക്ക് സൂക്ഷിക്കാൻ കെട്ടിയുണ്ടാക്കിയ ഗോഡൌണിലേക്ക് റോഡ് വെട്ടാൻ സമ്മതിക്കില്ല എന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ പിന്നെ റോഡ് വെട്ടിയിട്ട് തന്നെ കാര്യം. ബാലന്റെ കൂടെയുള്ള വേറെ ചില നാടുകൾ നമുക്ക് എതിരാ മുതലാളി. എന്ന് വെച്ച് ഇവനെയൊക്കെ ഭയപ്പെട്ടിട്ട് റോഡ് പണി വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ആ നോക്കാം. ജീപ്പിന് കാത്തു നിൽക്കുകയായിരുന്നു. കാമ്പാൻ ഷോപ്പില് ചരക്ക് തീർന്നെന്ന് അറിയിച്ചിരുന്നു. ആ, ജീപ്പ് എടുത്തോളൂ. പിന്നെ നാളെ കാലത്ത് തന്നെ റോഡ് പണി തുടങ്ങണം. നമ്മുടെ കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചോളൂ. നാട്ടുകാർക്ക് വേണ്ടിയാണ് ഗോഡൌണും റോഡും മറ്റൊന്ന് ബോധ്യപ്പെടുത്തി വെച്ചാൽ മതി. ഞാൻ രംഗത്തുണ്ടാവില്ല. നാട്ടുകാരുടെ നന്മയ്ക്കെതിരെ നിൽക്കുന്നവൻ ആരായിരുന്നാലും ശരി, അതൊരു പ്രശ്നമാക്കണം. പിന്നെ ഊട്ടിയിൽ നിന്ന് മോൻ വിളിച്ചിരുന്നു. എന്താ കാര്യം? ക്രിസ്മസ് വെക്കേഷന് അവൻ നാട്ടിലേക്ക് വരുന്നതത്ര. കാരണം കുട്ടികളൊക്കെ കൂടി എവിടേക്ക് എക്സ്കർഷന് പോകുന്നു. ഓഹോ, പിന്നെയും തുടങ്ങിയോ? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും വെറുതെ ഇടപെടണ്ട. ആ പാവം വേലായുധൻ ഒരു ചായക്കട വെട്ടാൻ ഉദ്ദേശിച്ച സ്ഥലമാണ്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പദം ഉള്ളിടത്ത് പാതാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വന്നാൽ നാളെ നമ്മളെ അടുത്ത് കൂടി അമ്മ റോഡ് വിട്ടില്ലേ? വേണ്ട ബാലേട്ടാ, വിടാനാ പറഞ്ഞു. വേലായുധന് നാക്കില്ലേ? നിങ്ങൾക്കൊന്നും മനസ്സാക്ഷിയില്ല. വേലായുധത്തിന് നിങ്ങളെ പോലെ ആളല്ലേ. അങ്ങനെ ചായ കിട്ടുന്ന സ്ഥലത്തിലാണ് നിങ്ങൾ റോഡ് വെട്ടുന്നത്. ഞങ്ങൾ കൂലിപ്പണിക്ക് വന്നാ. ഓഹോ, അപ്പൊ ഞാൻ കൂലി തന്നാൽ ഞാൻ പറയുന്ന സ്ഥലത്തൂടെ നിങ്ങൾ റോഡ് വെട്ടി തരും. തരാം. റോഡ് അവിടെ വെട്ടുണ്ടാകുക. നിങ്ങളുടെയൊക്കെ മുതലാളി ഉണ്ടല്ലോ, ശ്രീമാൻ അനന്തൻ നായർ. അയാളുടെ പരിപാടി കൂടെ റോഡ് കിട്ടും. ആ റോഡിൽ കൂടെ വളരായിരിക്കും നിനക്ക് ഷോക്കുടിയിലേക്ക് പോകാൻ. അപ്പാ, ഞാനും നിന്നെ പോലെ ഈ നാട്ടിൽ തന്നെ ജനിച്ചു പറഞ്ഞ പോലെ നിർത്താനാവുന്നു. എടാ നിർത്താൻ തലയാറാക്കണ്ട. എല്ലാത്തിനും വിട്ടു നോക്കി കളഞ്ഞ വരണടാ. സൈന്യമുള്ള വരണടാ. സൈന്യമുള്ള വരണടാ. തൊഴിലാളികളുടെ ഓർമ്മ. ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയാണ് മുതലാളി ഗോഡൌൺ ഉണ്ടാക്കിയത്. ഒരു റോഡ് ഉണ്ടാക്കി തന്നെ ഞങ്ങളുടെ ചുമതലയാണ്. ആര് വെറുക്കാൻ വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല. വരട്ടാടാ, നീ അങ്ങനെ ഇപ്പൊ നാട്ടുകാരുടെ പ്രതിനിധി ഒന്നും ആവണ്ട. ആര് പറഞ്ഞു നിങ്ങളോട് റോഡ് വെട്ടാൻ? വേലായുധന് ചായക്കട വെക്കാനുള്ള സ്ഥലത്തോട് റോഡ് വെട്ടാൻ നിന്നോട് ആര് പറഞ്ഞെന്ന്? ഇവിടത്തെ മലഞ്ചരക്ക് മുഴുവൻ വിലയ്ക്ക് വാങ്ങി ഓരോരുത്തന്മാർ ചോദിക്കുന്ന സമയത്ത് കാശ് കൊടുക്കാൻ മുതലാളിയല്ല വേറെ ആരാ ഇവിടെ ഉള്ളത്? ഞങ്ങൾ റോഡ് വെട്ടും. വേണ്ട, നിങ്ങൾ കാണിക്കുന്ന അക്രമത്തിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടുകയല്ല. ആൽത്തറ വഴി റോഡ് വെട്ടാൻ എനിക്കറിയാം. ഇത്തിരി ദൂരം കൂടുമെന്നല്ലേ ഉള്ളൂ. അതുവഴി റോഡ് വെട്ടുമ്പോ പണിക്കാർക്ക് കുറെ നാളത്തേക്ക് കൂടുതൽ ജോലി ഉണ്ടാവും. അങ്ങനെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ള എന്റെ ഉദ്ദേശം. അല്ല നിങ്ങളെ പോലെ പാവങ്ങളെ ഉപദ്രവിക്കലല്ല. ആ പോ പോ പോ, എല്ലാരും പിരിഞ്ഞു പോ. ആ ചെറുപ്പക്കാരായാലും ഇങ്ങനെ വേണം. അന്യായം എവിടെ കണ്ടാലും എതിർക്കണം. ആ വിവരദോഷികൾക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. വരട്ടെ. ബാലേട്ടൻ വിചാരിക്കുന്ന പോലൊന്നുമല്ല. മുതലാളി നല്ല മനുഷ്യനാണ്. അങ്ങേരിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ 3 പേരും കൂടെ പോയി ഇന്ന് രാത്രി അവനെ ശരിക്കൊന്ന് കാണണം. മനസ്സിലായോ? കേറ.
ഡോക്ടർ, ഹലോ. ബാലൻ എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ മറ്റെവിടെങ്കിലും കൊണ്ടുപോകുന്നത് അപകടമാണ്. ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഡോക്ടർ, എന്റെ രക്തം ഒന്ന് പരിശോധിക്കും. എത്ര രക്തം വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ നാട്ടിലെ അന്തസ്സും ആദർശമുള്ള ഒരു ചെറുപ്പക്കാരനായി കിടക്കുന്ന ബാലന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഡോക്ടർ. ദയവേത് എന്റെ രക്തം പറ്റുമെന്ന് ഒന്ന് വേഗം നോക്കൂ ഡോക്ടർ. തൽക്കാലത്തേക്ക് വേണ്ടത് കൊടുത്തു. എപ്പോഴായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ അടുത്തേക്ക് ഒരാളെ വിട്ടാൽ മതി. ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കു കുട്ടി. നമ്മുടെ ബാലനൊന്നും പറ്റാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. അപ്പോ പിന്നെ വരാം ഡോക്ടർ. എങ്ങനെയുണ്ട് കുട്ടി ബാലന്? ബോധം തെളിഞ്ഞോ? ഇല്ല. പിന്നെ ആർക്കായത്? ബോധം വരുമ്പോ ചേച്ചി കരയാതിരിക്കൂ. നമ്മുടെ ബാലനൊന്നും സംഭവിക്കില്ല. ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരിക. 2 ദിവസത്തിനകം ബാലനെ ആക്രമിച്ച ആരാണെന്ന് കണ്ടുപിടിച്ച തെണ്ടുകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെയും തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക. പുറത്തുനിന്ന് മരുന്നൊക്കെ വാങ്ങിക്കേണ്ടി വരില്ലേ? കുട്ടി വീട്ടിലേക്ക് വന്നോളൂ, പണം ഞാൻ തരാം. എന്നോട് കാശ് വാങ്ങിക്കുന്നതിൽ അപമാനമൊന്നും തോന്നണ്ട. എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാ ബാലൻ. കുട്ടിക്കറിയില്ലേ, അന്ന് റോഡ് വെട്ടിന്റെ കാര്യത്തിൽ ബാലൻ എതിർപ്പാണെന്ന് മനസ്സിലായപ്പോ ഞാൻ അവന്മാരെ ഓടിച്ചു വിട്ടില്ലേ? ഒട്ടും അടിക്കണം. വീട്ടിലേക്ക് വരണം. ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യയെ കണ്ടാൽ മതി. വരില്ലേ? എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുക. എന്തായാലും കാശിന് ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. നാളെ കാലത്ത് വരട്ടെ. അമ്പകൻ ബാലന്റെ ഭാര്യയില്ലേ? അതെ. നീ കയറി വരൂ. ബാലൻ ആശുപത്രിയിൽ കിടക്കാണെന്ന് അറിഞ്ഞു. ഇപ്പൊ കുറവുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എന്നോട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് കയറിപ്പോരൂ. ഇതാ കൊണ്ടുപോയിക്കോളൂ. ഇങ്ങോട്ട് വരൂ. മുതലെ കൊണ്ടിറക്കാനുള്ളവർ പറഞ്ഞു. ഒന്നേ പിന്നെ ഈ മുതലക്കൊണ്ട് യു പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ദാമോദരൻ മാഷ് അറിയോ? എന്താ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, ഒന്ന് കാണാനാ വെറുതെ. എവിടെ വീട്? എന്റെ വീട് ഇതിന്റെ പുറകിൽ തന്നെയാ. അല്ല, ദാമോദരൻ മാസ്റ്റർ വീട്. ദാമോദരൻ മാഷ വീടോ? ഇന്ന് എന്താ ആഴ്ച? ആഴ്ച ഇന്ന് നാട്ടിൽ നിന്ന് കാലത്ത് പുറപ്പെടുമ്പോ ഞായറാഴ്ചയായിരുന്നു. കിളത്താൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇവിടെ ചെലവാക്കണ്ട കേട്ടോ. താനോ എവിടത്തുകാരനാ? അല്ല, ഞാൻ ഞാൻ ഇവിടെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ദാമോദരൻ മാഷ് കാണാറുണ്ട് ചായക്കടയൊക്കെയാണ്. അതുകൊണ്ട് ആഴ്ച ചോദിച്ചു. ഇപ്പൊ മനസ്സിലായോ? ഇവിടുത്തെ മുറുക്കാങ്കടക്കാർ വരെ വില്ലന്മാരാണ്. എന്താ എന്താ എന്താ? അല്ല, ഇവിടെ ഒരുപാട് വില്ലന്മാരുണ്ടല്ലേ? അധികമൊന്നുമില്ല. 1 കിലോമീറ്റർ പോയാൽ
അവിടെ കൊല്ലന്മാരുടെ ഒരു വീടുണ്ട്. കൊല്ലന്മാരല്ല, വില്ലന്മാര്. ആരാ ദാമോദര മാഷ്? ഞാനാ. ആരാ മനസ്സിലായില്ലല്ലോ? ചായക്കടെന്ന് പറഞ്ഞ മാഷ് ഇവിടെ കാണുന്നു. മൂന്നാം മാഷും ഞാനും ഒരുമിച്ചൊരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നവരാ. ആ ട്യൂട്ടോറിയൽ ഇതുവരെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ പൊളിയും. കഴിഞ്ഞ തവണ കണ്ടപ്പോ അമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പരിപാടി നിർത്തിയിട്ട് വല്ല മുറുക്കാൻ കട മറ്റേ തുടങ്ങിക്കോളാൻ. ആ മാഷ് പറഞ്ഞു. അപ്പൊ എന്താ വിശേഷിച്ച്? അത് മൂന്നാം മാഷ് ഒരു കത്ത് തന്നിട്ടുണ്ട്. അയ്യോ, വല്ല അപകടം? ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ മാറി നിൽക്കാം. നിങ്ങൾ രക്ഷപ്പെടാൻ എല്ലാം കാത്തുകണ്ട. ശരി. സാറ് ചാർജ് എടുത്തില്ലേ? എന്നെ സാരൊന്നും വിളിക്കണ്ട. അത് സാറ് പറയരുത്. എന്തായാലും സാറ് എഫ് ഐ എൽ വില്ലന്മാര് കേട്ട പ്രശ്നം ഉണ്ടാവും. ശരി, വന്നാട്ടെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ഇപ്പൊ നാട്ടിലാണെന്ന് മൂന്നാം മാഷ് ഞാൻ വിചാരിച്ചു ആളുകൾ എന്നെ പിടിക്കാൻ വരാം. ഇതൊരു വഴിയാ. സാറിന് നല്ല ധൈര്യം ഉണ്ടല്ലേ? അത് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാ. അല്ല, ഈ ആളുകൾ ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നത്? മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ബോധമില്ലാതെ ഇപ്പോഴും ആശുപത്രി കിടക്കുക. ആരാണ് അയാളെ തല്ലിയതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണോ അതോ അനന്തൻ നായരാണോ എന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അപ്പോ അനന്തൻ നായരെ സോപ്പിട്ട് കൂടിയാ മതിയല്ലേ? ഒന്നും പഠിക്കാനില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിലുള്ള അക്രമികളുടെയും കൊലപാതകികളുടെയും പാദസേവ ചെയ്യാൻ വേണ്ടിയാണോ സർക്കാർ സാറിനെ ട്രെയിനിങ് കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചത്? മാഷേ, മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ട് നിർബന്ധിച്ചായി ഗതിയിലാക്കിയത്. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോ അമ്മ ചിലപ്പോ കോഴിയെ വെട്ടിക്കൊല്ലാറുണ്ട്. ആ കോഴിച്ചോര കണ്ട ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കും. ഓ, എപ്പോഴെങ്കിലും കോഴി കുറച്ച് തിന്നിട്ടുണ്ടോ? ധാരാളം. അപ്പോ തിന്നുമ്പോ അഹിംസ പാടില്ലല്ലേ? തിന്നുമ്പോഴുണ്ട്, പക്ഷേ ഇറച്ചി ഇങ്ങനെ മസാലയുടെ കൂടെ വെന്ത് വരുമ്പോ ഉണ്ടാകുന്ന ആ മണം കേൾക്കുമ്പോ അറിയാണ്ട് തിന്നുപോകും. വാ, സാറ് കിടക്കാൻ നോക്ക്. അക്രമികൾക്ക് പുറമെടുക്കുന്ന പോലീസുകാർ രാജിവെച്ചൊഴിയുക. ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. വോട്ടുതണ്ടികൾ മാത്രമായ രാഷ്ട്രീയക്കാരെ ഒറ്റപ്പെടുത്തുക. ഭാരനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ, നാഗാനം സാർ. പോലീസിനെതിരെ അറ്റൻഡുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് 10-25 പേരുണ്ട്. ഇന്നത് നിസ്സാരമായി തള്ളിയാൽ നാളെ അവരുടെ എണ്ണം കൂടിയെന്ന് വരും. എത്രയും പെട്ടെന്ന് വേണ്ട ചെയ്യണം. ശരി. ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുക. നിന്റെ ഒരു വോട്ടം
ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് നടാ നാടേടാ അങ്ങോട്ട്. ഞങ്ങള് ജാഥ കാണാൻ നിന്നതാ. എസ് ഐ ആണെന്ന് പറയാല്ലേ പുറത്തായിട്ട് വേണോ പറയണോ? ഞാൻ എസ് ഐ ആണ്. എന്താ പുള്ളി എസ് ഐ ആണെന്ന് പറയാ. ഏതാടാ എസ് ഐ? ഇങ്ങാടാ എസ് ഐ. നോക്കണടാ എന്താ ഇതൊക്കെ? സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് നീങ്ങിയ ജാഥയെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ആക്രമിച്ചത്? തിരുവിളിച്ചു. അതിലെന്താ തെറ്റ്? ബാലനെ ആക്രമിച്ചവരാരും നിങ്ങൾ അന്വേഷിച്ചോ? അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? പാവപ്പെട്ട എന്റെ നാട്ടുകാരുടെ മേൽ കുതിര കയറാൻ പോലീസിനെ ഞാൻ അനുവദിക്കില്ല. എല്ലാരും വിട്ടേച്ചേക്കണം സാർ. അത് വിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങളുണ്ടാവും. ഇവരുടെ മേലധികാരികളെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ചാർജ് എടുക്കാനുള്ള എസ് ഐക്ക് ന്യൂമോണിയ ആണെന്ന് കേട്ടു. എസ് ഐ വന്നാലുടൻ വേണ്ട നടപടി എടുക്കാം. ആര് തന്നെ വന്നാലും ഇവിടെ എന്താണ് സംഭവിക്കാന്ന് ഞങ്ങൾക്ക് അറിയാം. എല്ലാരെയും വിടുകയല്ലേ? പോലീസിനെ ചീത്ത വിളിച്ചാലേ കയ്യും കെട്ടി നോക്കിയിരിക്കുകയില്ല. എല്ലാരും പോണം. മനസ്സിലായില്ലല്ലോ. മുതലക്കുണ്ടുകാരനല്ല അല്ലേ? അതെ. അല്ല അതെ അതെ അല്ല. ഞാൻ വസൂരിക്ക് കുത്തുവയ്ക്കാൻ വന്ന അതിനോട് വസൂരി ഇല്ലല്ലോ. അല്ല ചിലപ്പോ എവിടെയെങ്കിലും കാണാതിരിക്കും. അതെ അതെ ഞങ്ങൾ വരട്ടെ. ആളുകളെ ചിന്താക്കുഴപ്പത്തിൽ കൊണ്ടുവന്ന് അടിക്കാൻ ആനന്ദൻ നായർ എടുക്കണ. എതിർക്കുന്നവരെ വശത്താക്കാൻ ആനന്ദൻ നായരുടെ കയ്യിൽ ഒരുപാട് തന്ത്രങ്ങളുണ്ട്. പക്ഷേ ആളുകൾ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സ്ഥിതിക്ക് ഞാൻ ചാർജ് എടുത്താൽ ഞാൻ ആപ്പിലായിപ്പോകും. അക്രമികളെ പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർ കൊല്ലും. വല്ലവനെയും പിടിക്കാൻ നോക്കി ആനന്ദൻ നായർ കൊല്ലും. ഏതായാലും മരണം ഉറപ്പാ. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കരമാണ് മാഷേ ഇവിടുത്തെ സ്ഥിതി. അപ്പോ അഹിംസാവാദത്തിന്റെ പൊരുള് ഇപ്പൊ പിടികിട്ടി. തനിക്ക് പേടിയല്ലേ? ഏയ് പേടിയൊന്നും എനിക്കില്ല. മതി, മനസ്സിലായി. നട്ടലിന് ഉറപ്പില്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലം വിട്ടോ. അതാ നല്ലത്. മാഷേ, മാഷോടുള്ള സത്യം പറയാലോ, ഞാനേ ഒരൽപ്പം പേടിയുള്ള കൂട്ടത്തില. എന്നാ ഇപ്പൊ ചെയ്യാ? വീട്ടിൽ ചെന്ന അച്ഛൻ ഓടിക്കും, ട്യൂട്ടോറിയൽ ചെന്ന അച്ഛൻ അവിടെയും വരും. അപ്പോ ഒരു വഴിയുണ്ട്. എന്താ? തൂങ്ങി ചത്തോളൂ. അഡ്രസ് തന്നാൽ ശവം ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. മാഷേ, മാഷെങ്കിലും എന്നോട് സ്വല്പം കരുണ കാണിക്കണം. ഞാൻ ചാർജ് എടുക്കുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് ബോംബെയിലുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ അവനോട് ഏത് ചോദിച്ചു നോക്കട്ടെ. അതുവരെ മാത്രം മാഷ് എന്നെ ഇവിടെ ഇറക്കി വിടരുത്. പെണ്ണുങ്ങളെ പോലെ കിണുങ്ങാതെ. സബ് ഇൻസ്പെക്ടറാണ് വന്നേക്കുന്നത്. സമുദ്രോപരിതലത്തിലുള്ള ജലത്തിന്റെ ചലനമാണ് തിരമാലകൾ. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% ഭാഗവും ജലത്താൽ ആവൃതമാണ്. ഈ ജലമാണ് സമുദ്രം. തിരമാലകൾ, വേലിയേറ്റം, വേലിയിറക്കം, സമുദ്ര ജലപ്രവാഹങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഈ തിരമാലകളാണ്. ആഹാ, ചേച്ചി വിളിച്ചില്ലാണ്ടോ വന്നത്? അതിന് വാസനെ പോലെ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. പാമ്പിനും വേണമെന്ന് അറിയില്ലല്ലോ ചേച്ചി വലിയ ആളാണെന്ന്. നീ ഒരു മിടുക്കനായ മട്ടുണ്ട്. അച്ഛനെവിടെ? ആരാ വാസുദേവ അവിടെ? ഞാനീച്ച. ദേവയാനിയോ? എന്താ മോളെ ഈ രാത്രിയില്? ബസ് കേടായി വഴി കിടന്നു. അല്ല, വരുമെന്ന് എഴുതിയിരുന്നില്ലല്ലോ. വരാതിരിക്കാൻ പറ്റാതായി. ട്യൂട്ടോറിയൽ എന്നേക്കുമായി അടച്ചുപൂട്ടി. സന്തോഷമുള്ള കാര്യമല്ലേ എഴുതിയിരിക്കേണ്ടു. മറ്റെവിടെങ്കിലും ഒരു ജോലി തരാവോന്ന് നോക്കി. ശരിയായില്ല. അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ. അപ്പൊ ചേച്ചിന് തിരിച്ചു പോയില്ല അല്ലേ? ഇല്ല. എങ്ങനാ ഇനി കഞ്ഞിവെള്ളം കുടിച്ച് കഴിയാ? പൊനം ജോലിയിൽ കുറച്ച് നെല്ല് വിളിച്ചിരുന്നു അച്ഛൻ എഴുതിയിരുന്നല്ലോ. നല്ല വിള കിട്ടോ? നിന്നെ പ്രസവിപ്പിക്കണ്ടെന്ന് കരുതി ഞാനത് അറിയിക്കാഞ്ഞതാ. ഒരു ദിവസം രാവിലെ എന്ന് നോക്കിയപ്പോ കതിര് വരാനായ ചെടികളെല്ലാം കിളച്ചു പറിച്ചിട്ടിരിക്കണം. ആരോ ദ്രോഹം ചെയ്തത്? എനിക്കിപ്പോ അശേഷം ദൈവവിശ്വാസം ഇല്ലാണ്ടായിരിക്കണം മോളെ. നാട്ടുകാരെ മുഴുവൻ ജോലിച്ചിറക്കുന്ന ആ സർപ്പത്തെ ഒരു ദൈവം ഇതുവരെ ശിക്ഷിച്ചില്ലല്ലോ. അനന്തൻ നായരുടെ പക ഇനിയും തീർന്നില്ലേ? ദിവസം തോറും പ്രഭാവം കൂടിക്കൂടി വരികയല്ലേ?
നാട്ടിൽ മുഴുവൻ ഗുണ്ടായിസക്കാര് വിളയാളില്ല. ഞാൻ ചോദിക്കാൻ വിട്ടു. എന്റെ കൂടെ പഠിപ്പിച്ചിരുന്നൊരു മാഷ് ഇവിടെ എസ് ആയി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അച്ഛൻ കണ്ടോ? ഇവിടെ അങ്ങനെ ഒരാളുമില്ല. അച്ഛൻ അറിയാഞ്ഞിട്ടാവും. അദ്ദേഹം തന്നെ ഇവിടുത്തെ എസ് ഐ. എന്നോടാരും പറഞ്ഞില്ല. മോള് പോയി കുളിച്ചോളൂ. ഇവിടെ വെള്ളത്തിന് മാത്രമേ ക്ഷാമമില്ലാതുള്ളൂ. സാർ, എസ് ഐ അകത്തുണ്ടോ? പരാതി വല്ലതുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാൽ മതി. പരാതി പറയാനല്ല, എസ് ഐ ഒന്ന് കാണണമായിരുന്നു. ഇവിടെ എസ് ഐയും കിസയും ഒന്നുമില്ല. ചാർജ് എടുക്കേണ്ട ആള് നിമോണിയ പിടിപെട്ട് കിടപ്പിലാണെന്ന് അറിവ്. ഓ, ഒരു മോഹൻദാസ് എന്നല്ലേ പേര്? എന്തോ ഒരു ദാസ് എന്നാ. എവിടെ നിന്ന് വരിക? ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാ. എസ് ഐ എങ്ങനെ അറിയാം? അത് വല്ല ഇടപാടും കാണുമായിരിക്കും. നമ്മുടെ ഗ്രാമത്തിൽ മാത്രം ജന്മിത്വത്തിന്റെ തോന്നിയാസങ്ങൾ എന്തുകൊണ്ട് പൂർണ്ണമായും അവസാനിച്ചില്ല? നമ്മൾ ഭീരുക്കളായതുകൊണ്ട്, നമ്മൾ സംഘടിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട്, കൊള്ള പലിശ കൊടുത്ത് അനന്തൻ നായരെ പോലുള്ളവരിൽ നിന്നും കടം വാങ്ങാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരായി തീരാറുണ്ട്. പലിശ കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ വിളവെടുപ്പ് കൂടി നടത്തുന്നത് ഈ കൊള്ളക്കാരാണെന്ന് വരുന്നത് നാണക്കേടാണ്. ഈ നിശബ്ദതയ്ക്ക് കാരണം നമ്മൾ ഇപ്പോഴും അടിമത്തത്തിന്റെ രക്തമൊഴുകുന്നു എന്നുള്ളതാണ്. ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് അനന്തൻ നായരെ പോലുള്ളവരെ ഭയം കാണുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കർഷകരുടെ ഒരു സഹകരണ സംഘം തന്നെ കെട്ടിപ്പടുക്കാമെന്ന ആശയം ഉയർന്നു വന്നത്. നമ്മുടെ സമരം പോലീസിനെതിരെയല്ല, സർക്കാരിനെതിരെയല്ല, നമ്മളിൽ തന്നെയുള്ള അടിമത്ത ബോധത്തിനെതിരെയാണ്. നമ്മുടെ രക്തം കുടിക്കാൻ തക്കം പാർത്തു നിൽക്കുന്ന ചൂഷക വർഗത്തിനെതിരെയാണ്. കുഴപ്പമൊന്നുമില്ല. സഹകരണ സംഘം എന്ന് പറയുന്നത് ഒരു കൊള്ളാവുന്ന ആശയമാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരും ചെറുകിടക്കാരുമായ കർഷകർക്ക് സംഘം എങ്ങനെ ഉപയോഗപ്പെടും എന്നെനിക്കറിയില്ല. സംഘത്തിന് കണക്കുകൾ സൂക്ഷിക്കാൻ ഒരു ഓഫീസ് വേണം. ഓഫീസ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ഒരു കെട്ടിടം അല്ലേ? ഇതിനൊക്കെയുള്ള പണം ആരുണ്ടാക്കും? പറയൂ കുഞ്ഞിരാമൻ നേരെ, എവിടുന്ന് ഉണ്ടാക്കും? നിങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കുണ്ടാക്കിയ പണമല്ലേ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ? പിന്നല്ല ദൈവം കൊണ്ട് തരുമോ? അവര് പറയുന്നത് എന്ത് പറയുന്നു? ആദ്യമൊക്കെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായാലും പിന്നെ ലക്ഷങ്ങൾ വരുമെന്നാണോ കുഞ്ഞിരാമൻ നായർക്ക് അറിയാവോ? ഈ സഹകരണ സംഘത്തിലുള്ള അഴിമതി പോലെ മറ്റൊരു രംഗത്തുമില്ല. വെയിലും മഴയും കൊള്ളാതെ ഇസ്ത്രി ഇട്ട ഷർട്ട് ഇട്ട് ഓഫീസിൽ കുത്തിരും സൂഹിക്കാൻ വേണ്ടിയിട്ടാ അവന്മാർ ഈ സംഘം കിട്ടുമെന്നൊക്കെ പറയുന്നത്. വേറൊരു കാര്യം പറയട്ടെ. എന്തെങ്കിലും കൃഷി ആവശ്യത്തിന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ നിങ്ങളുടെ ഈ സംഘത്തിൽ നിന്ന് കുറച്ച് രൂപ കടം വാങ്ങുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വയലോ മലയോ ഈട് കൊടുക്കണം. പലിശ എത്രയെന്നാ, സാക്ഷികൾ എത്രയെന്നാ? ഇനി ഈ കടം തിരിച്ചടയ്ക്കാൻ അല്പം വൈകിയാലോ സ്ഥലം പോയത് തന്നെ. അപ്പ വരും പോലീസും പട്ടാളവും ജപ്തി ചെയ്യാൻ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മോഹൻദാസ്, കൂർക്കഞ്ചേരിൽ വീട്, കൂമൻമുക്ക്, വയ തോട്ടത്തിൽ. കത്താർക്കാ? എനിക്കാണോ? നിന്റെ അമ്മയുടെ നായർക്ക്. നിനക്കാര് കത്തയക്കാനടി? നിന്റെ അച്ഛനകത്തിട്ട് നാളെ പറയായില്ലേ? എന്റെ അച്ഛൻ നേരത്തെ ചത്തത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിലേ അങ്ങേര് നേരത്തെ നിങ്ങളെ തല്ലി കൊന്നേനെ. ഒരു വെട്ടി അമുച്ചല്ലോ പൊടിയകത്ത്. ഓ, നിങ്ങൾക്ക് എന്തും പറയാം, എനിക്ക് മിണ്ടിക്കൂടാ. പോലീസ് പണി വിട്ടാണെങ്കിൽ നേരെയാവുന്നു വിചാരിച്ചു. എവിടെ? ദേവയാനി, കളർകോട് മന, മുതലക്കുണ്ട്. മുതലക്കുണ്ടിൽ ഒരു പെണ്ണും കൂടി കത്തയക്കും. ആര് കത്തയച്ചെന്നാ? ഡിയർ മോഹൻദാസ്, എന്റെ നാട്ടിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് വൈകിട്ടാണ് അറിഞ്ഞത്. ഞാൻ സ്റ്റേഷനിൽ ചെന്നു. നിങ്ങൾ ചാർജ് എടുത്തിട്ടില്ലെന്നും ന്യൂമോണിയ പിടിച്ച് കിടപ്പിലാണെന്നും. പുറമേ കാണാൻ എന്ത് മനോഹരമായ സ്ഥലം. എരിയുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന് കണ്ടാൽ തോന്നുന്നു. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്പാനിഷ് ചൊല്ലുണ്ട്. എന്താത്? നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം. അങ്ങനെ കലാപം ഉണ്ടായില്ലെങ്കിൽ ആ നഗരം കത്തി ചാമ്പലാകുന്നതാണ് നല്ലത്. അനീതിയുടെയും കലാപത്തിന്റെയും കണക്കെടുത്ത നമ്മുടെ നാടൊക്കെ എന്നേ കത്തിച്ചാരമാകേണ്ടതാണ് മാഷെ. തന്നെ പോലുള്ള പ്രാസംഗികരാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം. മാഷെ, മനസ്സുകൊണ്ട് ഞാൻ ഈ മനസ്സ് തന്റെ ഇടമില്ലാത്തവരുടെ മനസ്സ് ആർക്ക് വേണ്ടോ? പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ നാട് മാത്രമല്ല, പഠിച്ചിട്ടില്ലേ, പണവും അധികാരവും അസന്തുലിതമായിരിക്കുന്ന ഏതൊരു സമൂഹവും ക്രൂരമാണ്.
വലിയ ഐശ്വര്യവും പ്രതാപവും ഉണ്ടായിരുന്ന കളർകോട് മനയിലെ വിഷ്ണു നമ്പൂതിരിയാ പോയത്. ആ വാഴയിലക്കെട്ട് എവിടെക്കാന്നറിയോ? വല്ല ചായക്കടയിലും വിറ്റ് കാശ് വാങ്ങിക്കാൻ, എന്നിട്ട് വേണം അരി വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ. മനസ്സിലായോ? എന്താ ഇങ്ങനെ സംഭവിക്കാൻ? സംഭവിച്ചതല്ല, സംഭവിപ്പിച്ചതാണ്. അനന്തൻ നായരുടെ മറ്റൊരിര. കുടിപ്പക എന്ന് പറയില്ലേ, അത് തന്നെ. മോഷണത്തിലൂടെ ആയിരുന്നു അനന്തൻ നായരുടെ തുടക്കം. ഈ നമ്പൂതിരിയുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടേ ഇല്ലത്തുണ്ടായിരുന്ന ഒരു വെള്ളിക്കിണ്ണം അനന്തൻ നായർ എങ്ങനെയോ കട്ടെടുത്ത് വിറ്റു. അഞ്ചനം വിട്ട് നോക്കിയപ്പോ ആളെ പിടിച്ചെന്നാ പറയുന്നത്. കിണ്ണം തിരിച്ചു ചോദിച്ചില്ലെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്പൂതിരി അനന്തൻ നായർ കിട്ടുമെന്ന് അങ്ങ് കൊടുത്തു. അവിടുന്ന് ആ പ്രശ്നം തുടങ്ങിയത്. അങ്ങനെ എന്തെല്ലാം കഥ കണ്ടോ? ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടോ? ഒക്കെ കോളംകോരി. അല്ല, മാഷൊക്കെ വന്നു. ടീച്ചറെന്താ ഇവിടെ? ഇതാണ് എന്റെ വീട്. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ ന്യൂമോണിയ കാരണം ചാർജ് എടുത്തിട്ടില്ലെന്ന് അറിഞ്ഞു. സുഖായോ? ആയി വരുന്നു. വരൂ, അകത്ത് കയറിയിട്ട് പോവാ. ഞങ്ങൾ ഒരുമിച്ച് ട്യൂട്ടറിൽ പഠിപ്പിച്ചിരുന്ന. വരൂന്നേ. പിന്നീട് ഒരിക്കലാകാം. ബസ്സിന് വരുമ്പോ മാഷ് ഒരു ബന്ധുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞ മാഷ് ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന്. ന്യൂമോണിയ എന്ന് അറിഞ്ഞ് ഞാനൊരു കത്ത് അയച്ചിരുന്നു. കിട്ടിയോ? കത്തോ? ആ. ഇല്ല. പിന്നെ ടീച്ചറെ, ഞാൻ SI ആണെന്നുള്ള കാര്യം ആരോടും പറയരുത്. എന്താ പ്രശ്നം? മോനെ മോനെ മോഹൻദാസ, അയ്യോ, നിന്നോട് കാര്യം പറയാൻ വന്നതാ. ഞാൻ ഈ വയസ്സുകാലത്ത് അച്ഛനെ ഓടിക്കല്ലേടാ. വയസ്സുകാലത്ത് ശേഷം പേരിട്ട് ഓടിച്ച് എടാ, ഞാൻ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഒന്നവിടെ നിക്ക്. തോറ്റവനെ കൊണ്ട്. ഓ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു. നിനക്ക് ന്യൂമോണിയ ആണല്ലേ? അവിടെ എവിടെയൊക്കെ ആളുകൾ നോക്കണച്ചാ. നോക്കട്ടാ, ഈ ലോകം മുഴുവൻ കാണട്ടെ. ഒരു അച്ഛന്റെ ദുഃഖം എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. ആ, നീ യൂണിഫോം സ്റ്റേഷനിലേക്ക് പോവാ. അയ്യോ അച്ഛാ, ഇത് നമ്മുടെ നാട് പോലെ അല്ലച്ചാ. ആളുകളുണ്ടാ നാണക്കേടാച്ചാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ ചാർജ് എടുക്കുന്നുണ്ടോ ഇല്ലയോ? ഈ സ്റ്റേഷനിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലേ? ഇല്ല. തീർച്ചയാണോ? തീർച്ചയായും. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പായിട്ടും തീർച്ചയാണോ? തീർച്ചയായിട്ടും ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമില്ല. ദൈവമേ, ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. കയറോടെ 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 ഇവിടെ കെട്ടി തൂങ്ങിച്ചാവാൻ പറ്റി കയറ് കിട്ടുമോ? ആ, ഉണ്ടല്ലോ. മരിക്കുന്നതിലേക്ക് വിരോധമില്ല, പക്ഷെ ഈ കയറെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കയറുകൊണ്ട് ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ വാടക എടുത്തിരിക്കുന്ന വീടാ. മരിക്കണമെങ്കിൽ വേറെ സ്ഥലത്ത് നോക്കിക്കോട്ടെ. പറ്റിയ അച്ഛൻ ഞാൻ ചാർജ് എടുക്കാം. ഞാൻ ചാർജ് എടുക്കാം. നീ ചാർജ് എടുക്കുവോ? ഇന്നെടുക്കുവോ? നാളെ എടുത്താ പോരെ. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ എന്നാ യൂണിഫോം ഞാൻ പറഞ്ഞ ചെയ്താൽ മതി. അതിന് കുഴപ്പമല്ല. ഇതാണ് നിങ്ങളുടെ പുതിയ ഏമാൻ, എന്റെ മകൻ സബ് ഇൻസ്പെക്ടർ CK മോഹൻദാസ് MA. ചിരിക്കരുത്. മേലധികാരി താഴെ കിടക്കാരോട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. സാർ, അന്ന് ആളറിയാതെ സംഭവിച്ചു പോയതാണ് സാർ. എന്ത് സംഭവിച്ചു? അത് വേണ്ട, അതൊന്നും പറയണ്ട. അതൊന്നും സാരമില്ല. മർത്തേന് കൈപ്പിഴ ജന്മസിദ്ധം എന്നാണല്ലോ. അപ്പോഴേ ഇത് ട്യൂട്ടോറിയൽ കോളേജ് അല്ല. ഓർഡർ കൊടുക്കുക, അനുസരിപ്പിക്കുക, അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ. ഞാൻ എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ഇവൻ ആളൊരു സിംഹമാണ്, പുലി. കണ്ണിച്ചോരയില്ലാത്തവന് എന്തും ചെയ്തു കളി. ധീരന. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് അടങ്ങി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്.
അമ്മ അവിടെ വിവരമൊന്നും അറിയാതെ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. ഓടിപ്പോണമെന്ന് തോന്നുമ്പോ ഒറ്റ കാര്യം ആലോചിക്കാം. 2 മുഴം കയറ്, ഒരു ഉത്തരം. അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ സിംഹവും പുലിയൊന്നുമല്ല, പുള്ളി വെറുതെ പറഞ്ഞതാ. ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ 2 മുഴം കയറും ഒരു ഉത്തരവും എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ സർ. അത് പിന്നെ ഈ കള്ളന്മാർ ഓടിപ്പോകുമ്പോ 2 മുഴം കയറും ഉത്തരവും കൂടെ ഒരു വിദ്യയുണ്ട് കള്ളന്മാരെ പിടിക്കാൻ. അച്ഛനൊരു റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളാ. അത് സല്യൂട്ട് കണ്ടപ്പോഴേ മനസ്സിലായി സർ. ഇരിക്കൂ. നമസ്കാരം. അന്ന് ഈ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടല്ലോ. അതെ, കണ്ടിട്ടുണ്ട്. വസൂരിക്ക് കുത്തിവെക്കാൻ വന്നാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ടൊരു ബെറ്റ് വെച്ചു. ചാർജ് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം ഇവിടെ വന്ന് ആൾമാറാട്ടം നടത്തുന്നു. ബെറ്റിൽ ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ അനന്തൻ നായർ. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് സുഹൃത്തുക്കളായിട്ട്. നമുക്കും അങ്ങനെ ആകാമെന്ന് കരുതുന്നു. തീർച്ചയായും. ഐ എം മോഹൻദാസ്. മറ്റു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്തു പറയുന്നു? എനിക്കതിൽ സന്തോഷമുള്ളൂ. കൂടുതൽ എടുക്കുന്ന വീട്ടിൽ വെച്ചാകാം. ഞാൻ ജീപ്പ് കൊടുത്തയക്കാം. നോ താങ്ക്സ്. ഇവിടെ ജീപ്പുണ്ടല്ലോ, ഞാൻ എത്തിക്കോളാം. ഓക്കെ. എന്താ അവിടെ തന്നെ നിന്ന് കിടന്നത്? വരണം. ഇതാരാണെന്ന് അറിയാമോ? സോമശേഖരൻ നായർ. ഹലോ, ഇവിടുത്തെ DYSP. സോറി, ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയല്ലേ? റിലാക്സ് യുവർ. കമോൺ, ടേക്ക് യുവർ സീറ്റ്. താങ്ക്സ്. ഇദ്ദേഹം ഇരിക്കെ ഫിലിപ്പ് കാക്കത്തോട്ടിൽ, മലയോര കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കേളപ്പൻ നായർ. പ്രമാദമായ സ്പിരിറ്റ് കുമ്പോണ കേസിലെ 1-ാം പ്രതി, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടകളിത്തോഴൻ. അങ്ങനെ കള്ളന്മാരും പോലീസുകാരും ഒരു തീന്മേശയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്ന സന്ദർഭമാണിത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ദേശീയോദ്ഗ്രഥനം എന്നൊക്കെ പറയുന്ന ഭണ്ഡാരം. അല്ലേ മിസ്റ്റർ? സംശയമുണ്ടോ? എനിക്ക് വേണ്ട. തട്ടിക്കോ സാർ. ഞാൻ എന്താ കഴിക്കില്ലേ? അതെന്തോന്ന് ചോദ്യം ശേഖര? കണ്ണി അടിക്കാത്ത പോലീസ് എന്തോന്ന് പോലീസ്? അതുകൊണ്ടല്ല, വയറ്റുവേദനയ്ക്ക് ഒരു മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. വയറ്റിൽ വേദന ഉണ്ടെങ്കിൽ ബ്രാൻഡിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കുരുമുളക് ഇട്ട് ഒറ്റ കീച്ചം കീച്ചിയാ മതി. അതായത് ഹോമിയോപ്പതി മരുന്ന, മദ്യം തൊടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. വേണ്ട, ഈ മദ്യസേവ മാത്രം നമ്മൾ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പേര് ഞാൻ മറന്നു. മോഹൻദാസ്. മിസ്റ്റർ മോഹൻദാസിന് മദ്യവിരോധവും മറ്റോ ഉണ്ടോ? ഇല്ല സർ. അല്ല, ഞാൻ മറ്റൊരു കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഈ ഏരിയയിലുള്ള എല്ലാ റാക്ക് ഷാപ്പുകളും മിസ്റ്റർ അനന്തൻ നായരുടേതാണെന്ന് മോഹൻദാസിന് അറിയാമോ? ഇല്ല സർ. എന്നാൽ അങ്ങനെയാണ് കാര്യം. നമ്മുടെ സർക്കാർ സപ്ലൈ ചെയ്യുന്ന സ്പിരിറ്റ് ആവശ്യത്തിന് തികയില്ലെന്നറിയാമല്ലോ. ദോഷം പറയരുതല്ലോ. നല്ല ഔഷധമൂല്യമുള്ള നാടൻ ചാരായമാണ് അനന്തൻ നായർ നാട്ടുകാർക്ക് കൊടുക്കുന്നത്. പാവങ്ങളായ നാടൻ ബാറ്റുകാരെ രക്ഷിക്കുക എന്നൊരു മഹത്തായ ഉദ്ദേശം കൂടി അതിന്റെ പിന്നിലുണ്ടെന്ന് കഴിക്കോ. ചാരായവുമായി ജീപ്പിൽ പോകുമ്പോ മിസ്റ്റർ മോഹൻദാസ് അത് ശ്രദ്ധിക്കാതിരുന്നാ മനസ്സിലായല്ലോ? യെസ് സർ. അപ്പോ ഓക്കെ, വേണ്ടതുപോലെ ചെയ്തേക്കാണ്. അനന്തൻ നായരുടെ ആവശ്യങ്ങൾക്കാണ് പ്രധാന പരിഗണന നൽകേണ്ടത്. ഓക്കെ? ശരി സർ. ടീച്ചറെ, ദേവയാന ടീച്ചറെ. ടീച്ചറില്ലേ ഇവിടെ? ആരാ? മോഹൻദാസ്, ട്യൂട്ടോറിയൽ മാഷേ. ഇപ്പൊ SI ആയി. ആ, ചേച്ചി പറയുന്ന കേട്ടു. അകത്തുതന്നെ ഇരിക്കാലോ. അത് കേറാവോ ഇരിക്കാവോ എന്നൊരു സംശയമുണ്ട്. ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണ്. ചേച്ചി കാണാനേ
ഒരു താഴ്ന്ന ജാതിക്കാരൻ മുറ്റത്ത് നിൽക്കുന്നു. ആഹാ, അവിടെ നിൽക്കാണോ? ഇങ്ങോട്ട് കയറിയിരിക്കാലോ. വരൂ വരൂ. നീ അല്ല, ഞാൻ കാരണം വെറുതെ പ്രശ്നം ഉണ്ടാണെന്ന് കരുതിയിട്ടാ. എന്ത് പ്രശ്നം? ഒരു താഴ്ന്ന ജാതിക്കാരൻ ഉമ്മറത്ത് കയറിയിരുന്ന ഓഹോ, അത് ശരി. അപ്പൊ അതാണ് വാസ്തവം പറഞ്ഞത്. കുഴപ്പമില്ല, മാഷ് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുണ്യാഹം ചെയ്തോളാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? കുറച്ച് മന്ത്രം ചൊല്ലണം, വെള്ളം തളിച്ച് ശുദ്ധമാക്കണം, അത്ര തന്നെ. മാഷ് ഇരിക്കൂ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അച്ഛൻ വന്നപ്പോ മാഷിന്റെ ഓട്ടം ഗംഭീരായിരുന്നു കേട്ടോ. പോലീസ് ട്രെയിനിങ് കൊണ്ട് പ്രയോജനം ഉണ്ടായി. ചാർജ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, അച്ഛൻ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞു. അയ്യോ, കഷ്ടമായി പോയി. അങ്ങനെ മാഷിന്റെ അഹിംസവാദം പൊളിഞ്ഞു പോയല്ലേ? ഏയ്, അങ്ങനെ പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമില്ല. തൊപ്പിയും കുപ്പായും വടിയും ഒക്കെ ആയിട്ട് സ്റ്റേഷനിൽ അങ്ങനെ വെറുതെ ഇരിക്കും, അത്ര. ആരാ ഒരു താഴ്ന്ന ജാതിക്കാരൻ വന്നിരിക്കണമെന്ന് പറഞ്ഞു? ഞാനാ, പുതിയ സബ് ഇൻസ്പെക്ടർ SI. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു, പക്ഷെ ജാതി ഏതാണെന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞതല്ലേ ഉമ്മറത്തേക്ക് കയറിയിരിക്കുന്നില്ലെന്ന്. പഴയ ആളുകൾക്ക് ഒന്നും അത്ര ഇഷ്ടാവില്ല ടീച്ചറെ. സോറി, ഞാൻ പോട്ടെ. പക്ഷേ ഞാൻ പഴയതാണെങ്കിലും അങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടില്ല. ഐറ്റം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഐറ്റം ഉള്ളവനും ഇല്ലാത്തവനും തമ്മില. മാഷ് അല്ല, ഇൻസ്പെക്ടറും ഇരുന്നാട്ടെ. ഞാൻ മാഷിനെ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു? അയ്യോ, ഒന്നും വേണ്ട. ഏയ്, ഭയപ്പെടണ്ട. ഹാബിറ്റ്സും വന്നിട്ടൊന്നും ആയിരിക്കില്ല. തണുത്ത പച്ചവെള്ളം ഉള്ള കുടിക്കാലോ. ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ പറ്റിയൊക്കെ ദാമോദരൻ മാഷ് പറഞ്ഞു. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. ഏയ്, ഒരു വിഷമവുമില്ല. ഇക്കാണുന്ന ഇല്ലവും പറമ്പും ഒക്കെ പണയത്തിലാണെന്നാവും മാഷ് പറഞ്ഞത്. ഇല്ല, അത് പറഞ്ഞില്ല. അതൊക്കെ പണയത്തില. നമ്പൂരിമാർക്ക് പറ്റാത്ത ഒരു പണി ചെയ്യാൻ നോക്കി, നടന്നില്ല. നടന്നില്ല എന്ന് വെച്ചാൽ നടത്തിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മനസ്സിലായില്ല. പലരുടെയും നിർബന്ധം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതി ഒരു കൊപ്രാമിലൂടെ വസ്തുക്കൾ പണയം വെച്ചിട്ടുള്ള ഒരാളായിരുന്നു. എന്തു പറ്റി? കൊപ്രാമില്ലിൽ കൊപ്ര കിട്ടാതെ. കേട്ടാണല്ലോ ആ അനന്തൻ നായരെ പറ്റി. എന്നെ നശിപ്പിക്കാനായിട്ട് അയാളും തുടങ്ങി വരുമില്ല. ഉണ്ടായുസം കാണിച്ച് നാട്ടിലുള്ള തേങ്ങ മുഴുവൻ മൊത്തക്കച്ചവടം നടത്തി. 3 മാസം വാതിലും തുറന്ന് വെറുത്തായിരുന്നു. മിഷന്റെ ഇപ്പോഴും ഉണ്ട്. തുരുമ്പെടുത്തു. കടത്തിന്റെ പരീക്ഷ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പര്യവസാനം എന്താണെന്ന് എനിക്കറിയാം. ജപ്തി. അത് കൂടൊന്നും വരാനില്ലല്ലോ. ഈ അനന്തൻ നായരെ നിലയ്ക്ക് നിർത്താൻ ആരുമില്ല ഇവിടെ. താഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്. നിങ്ങളെ വകുപ്പിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, പോലീസുകാര്, എല്ലാരും അനന്തൻ നായരുടെ സ്വൽപ്പടിക്ക് നിൽക്കുകയായിരുന്നു ഇതുവരെ. തൊട്ടടുത്ത് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ട്. അതിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഡോക്ടറെ അത് ഭീഷണി പിടിച്ചിറക്കി വിട്ടു. ആ വാടക കൊണ്ട് ഞാനും കുട്ടികളും കഞ്ഞി കുടിച്ച് കഴിയരുത് എന്നാണ് നിർദ്ദേശം. ഇവിടം ജപ്തി ചെയ്താൽ ആ വീടുണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് അത് വിൽക്കാത്തത്. ആഹാ, പാലും പഞ്ചാരൊക്കെ ഉണ്ടായിരുന്നോ? ഇനി വല്ലതും ഉണ്ടായാൽ അനന്തൻ നായരെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ വരാം. അല്പം വെള്ളം കിട്ടിയ ഗ്ലാസ് ഞാൻ തന്നെ കഴുകി വെച്ചേക്കാം. അതുകൊണ്ട് കാര്യമില്ല. താഴ്ന്ന ജാതിക്കാർ തുടർന്ന സാധനങ്ങള് സാധാരണ എറിഞ്ഞെടുക്കുക അവിടെ പതിവ്. അല്ല, അപ്പുറത്തൊരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് താഴ്ന്ന ജാതിക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കൂ. അഹിംസ കപ്പ എവിടെയായിരുന്നു? ആര്? എന്ത്? ഒറ്റക്കിരുന്ന് കിണിച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യമാണ് ചോദിച്ചത്. അല്ല, മാഷ്ടെ ഭാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ താമസിക്കും എന്നാലോചിക്കായിരുന്നു. ഭാര്യ വരാൻ ഇനിയും 2 മാസം ഉണ്ടല്ലോ. എന്നാലും നേരത്തെ ഒരു വീട് കണ്ടുവയ്ക്കണമല്ലോ. അതിനാണോ വിളിച്ചത്? ഞാൻ ചിരിച്ചില്ല. ഇല്ലേ?
ആ നമ്പൂരുടെ കഥകൾ ആലോചിക്കുമ്പോ വലിയ വിഷമം. അങ്ങയുടെ ഒരു വീട് ഒഴിഞ്ഞു കിടക്കാനത്രേ. ഞാൻ അവിടെ താമസിക്കുകയാണെങ്കിൽ വാടകയെന്നും പറഞ്ഞ് കുറച്ച് രൂപ സഹായിക്കാമല്ലോ. ഓഹോ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ട്യൂട്ടോറിയൽ വെച്ച് തന്നെ തുടങ്ങിയല്ലേ? എന്തോന്ന് പ്രേമം? അയ്യേ, ഒന്നാമത് അവർ ഉയർന്ന ജാതിയല്ലേ. ആര്? ദേവേന ടീച്ചറെ. അതിന് ടീച്ചറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ലേ? പിന്നെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോ മനസ്സിലിരിപ്പ് ക്ലീനായിട്ട് പിടികിട്ടി. അകത്താരുമില്ലേ? ആര്? ടീച്ചറോ? രാത്രിയില് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടായിരുന്നില്ലല്ലോ. എന്താ ഇതൊക്കെ? താഴ്ന്ന ജാതിക്കാർക്കും കഴിക്കാവുന്ന കുറച്ച് ഇഡ്ഡലി, ചായ. എന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കില്ല. ഇത് കഴിക്കണമെങ്കിൽ എന്നും ഇത് കൊണ്ടുവന്ന് തരുമെന്ന് ഉറപ്പ് വരണം. അതെങ്ങനെ പറ്റും? താഴ്ന്ന ജാതിക്കാർ കഴിക്കുന്ന പാത്രങ്ങള് ഞങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ദിവസേന പുതിയതോരോന്ന് വാങ്ങിക്കേണ്ടി വരില്ലേ? അധികം ഊരാതെ. പിന്നെ ഞാനിപ്പോ താഴ്ന്ന ജാതിക്കാരൊന്നുമല്ല. താമസം നമ്പൂരി ഗ്രഹത്തില്, സഹവാസവും ഉയർന്ന ജാതിക്കാരുമായിട്ട്. സന്ദർഭത്തിന് ചോദിച്ചൊരു പഴഞ്ചൊല്ല് പറയട്ടെ. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ചൂടാറുന്നതിന് മുമ്പ് കഴിച്ചോളൂ. അതെ, പിന്നെ അല്ലേ വേണ്ട, ഞാൻ പിന്നെ പറയാം. എന്താ? ഒന്നുമില്ല. എന്ത് പറ്റി? അല്ല, ഞാനത് പറഞ്ഞ ചിലപ്പോ ദേവിക്ക്, അല്ല ടീച്ചർക്ക്. വിഷമിക്കണ്ട, ദേവിന്ന് വിളിച്ചാ മതി. ടീച്ചർ വിളി വല്ലാതെ ബോറായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും തോന്നി. ആ ദാമോദരൻ മാഷോട് ദേഷ്യവും തോന്നരുതട്ടോ. എന്തിന്? മാഷ് പറയാ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത് എന്നും എപ്പോഴും ദേവിയെ കാണാൻ വേണ്ടിയാണ്. അത് പിന്നെ അത് വെറുതെ അങ്ങനെ തമാശ പറഞ്ഞ. അതിപ്പോ ഇവിടെ എന്നോട് പറഞ്ഞത് വെറുതെ ഒരു രസത്തിന്. ഇത്തരം കാര്യങ്ങൾ വെറുതെ ഒരു രസത്തിന് പറയാൻ പാടുണ്ടോ? മാഷക്കറിയാലോ, നിത്യവൃത്തിക്ക് തന്നെ വഴിയില്ലാതെ വിഷമിക്കുക ഞങ്ങള്. ദാമോദരൻ മാഷ് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞത് എന്നോട് ഇഷ്ടാണെന്ന് സൂചിപ്പിക്കാനല്ലേ? ഞാൻ വേണ്ട, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും വേണ്ട. മാഷിനൊരു നല്ല ഭാവിയുണ്ട്. എന്റെ ഭാവിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ദേവി പറഞ്ഞ ശരിയാ. എനിക്ക് ദേവിയെ ഇഷ്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാ ദാമോദരൻ മാഷ് കൂട്ടുപിടിച്ചത്. ശരിക്കും ഇഷ്ടമായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. വരും വരായികളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. എന്തിനാ കരയുന്നേ? നശിച്ചു കുളമ്പോണ്ട ഒരു കുടുംബത്തിലെ പെണ്ണാണ് ഞാൻ. നശിച്ചിട്ടില്ലാത്ത ദേവിയുടെ മനസ്സ് മാത്രമേ എനിക്ക് വേണ്ടൂ. എന്താ ബാല? വെറുതെ ഒന്ന് കാണാൻ. ഞാൻ ആശുപത്രിയിൽ മരിക്കാൻ കിടന്നപ്പോ എനിക്ക് രക്തം തരാൻ തയ്യാറാണല്ലേ, ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ട് പോകാന്ന് വരും. ഓ, അതിലൊക്കെ എന്തിരിക്കുന്നു? ബാലനെ പോലെ ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവന് വലിയ വിലയുണ്ട് ബാല. എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. വലിയ കഷ്ടമായിപ്പോയി. ബാലന്റെ സ്ഥിതി കണ്ടപ്പോഴുണ്ടായ നിരാശ കൊണ്ടാവും ആ കുട്ടിയെ കടുങ്കൈ ചെയ്ത്. എന്നെ അന്ന് രാത്രി തല്ലിച്ചതച്ചത് ആരായിരിക്കുമെന്നാണ് മുതലാളിയുടെ ഊഹം. ഞാൻ പിറ്റേന്ന് തന്നെ സർക്കിളിനെ ചെന്ന് കണ്ടിരുന്നു. അന്വേഷണം നടക്കുന്നുണ്ട്. ഓ, അതങ്ങനെ ഒരുപാട് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ മുതലാളി? എന്റെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയാം. എടാ ദ്രോഹി!
ഇൻസ്പെക്ടർ അല്ലേ? ആ, ഞാൻ അനന്തൻ നായർ. എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വരണം. ഒരു തെമ്മാടി ഇവിടെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. തെമ്മാടിയോ? ആക്രമിക്കാൻ വന്നു? ആ, ഹലോ, ആരാ ആരാ ആരാ? ഹലോ ഹലോ, കുഴപ്പമായോ? എന്താ സാർ? അക്രമം നടക്കുകയാണ്. എല്ലാവരും തയ്യാറായിക്കോളൂ, എന്നും സംഭവിക്കാം. അനന്തൻ നായരുടെ വീട്ടിൽ അക്രമം നടക്കുന്നു. ഉടനെ പോകണം. നിങ്ങൾ പോയപ്പോരെ, ഇവിടെ സ്റ്റേഷനിൽ ആരുമില്ലല്ലോ. അത് മുതലാളിക്ക് ഇഷ്ടമല്ല സാർ. സാറും കൂടെ വരൂ. സാർ പോകണം. ജീപ്പുണ്ട്, ഞാൻ ഇവിടെ ഇരുന്നോളാം. എങ്കിൽ തോക്കിൽ ലാത്തി എല്ലാം എടുത്തോളൂ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ലല്ലോ. സാർ എന്തിനാ ഭയപ്പെടുന്നത്? ആര് പറഞ്ഞു ഭയമുണ്ടെന്ന്? എന്നാലും നമ്മൾ ഒരു മുൻകരുതൽ എടുക്കണ്ടേ? പ്രിക്കോഷൻ പ്രിക്കോഷൻ. വേറെ റെഡിയാക്കും. നിർത്തൂ നിർത്തൂ, അക്രമം നിർത്തൂ. വെടിവെക്കും നിർത്തൂ. തോക്കാണ്, വെടിവെക്കും നിർത്തൂ. നോക്കി നിൽക്കാമോ? അവിടെ പിടിച്ചു മാറ്റോ. ഈ നാട്ടിലെ ഒരു പട്ടിയും ഇക്കാലം വരെ അനന്തൻ നായരുടെ മുമ്പിൽ ധിക്കാരം കാണിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എന്ത് വേണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ഞാൻ പോലീസിനെ വിളിപ്പിച്ചത്. പുതിയ ഇൻസ്പെക്ടർക്ക് ഞാൻ ഒരു അവസരം തന്നതാണ്. ഇനി ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ മേലാൽ ആവർത്തിക്കരുത്. എടാ, നിന്നെ കൊന്നുകൊല വിളിക്കാൻ ഞാൻ ഇറങ്ങില്ലടാ. ഇവനെ പിടിച്ചുകൊണ്ട് പോകൂ. അടങ്ങടാ, കൊണ്ടുപോകൂ. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ അക്രമങ്ങൾ ഉണ്ടാകരുത്. അനന്തൻ നായരുടെ വീട്ടിൽ പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് വലിയ തെറ്റായിപ്പോയി. തെറ്റും ശരിയൊന്നും സാറ് നോക്കണ്ട. മുതലെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സഹതാപം ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. തല്ലണമെങ്കിൽ തല്ല, കോടതി കയറ്റണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ സാർ ഒന്ന് മനസ്സിലാക്കണം, ആ അനന്തൻ നായർ ചോറ് കൊടുത്തു പോറ്റുന്ന കുറെ കൂലിപ്പട്ടികൾ എന്നെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കി. ആഴ്ചകളോളം ഞാൻ ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. സംശയകരമായ ചുറ്റുപാടുകൾ എന്റെ ഭാര്യ മരിച്ചു. ഇതൊന്നും കാണാൻ കണ്ണില്ലാത്ത പോലീസുകാരിൽ നിന്നും ന്യായമോ നീതിയോ കിട്ടുകയില്ലെന്ന് എനിക്കറിയാം. ഈ കാക്കിക്കുപ്പായത്തിനുള്ളിലെ മനസാക്ഷി മരിച്ച് മരവിച്ചു പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് വേണം സാർ ആദ്യം അന്വേഷിക്കാൻ. ഇവിടെ ഞാൻ ചാർജ് എടുത്തപ്പോ അങ്ങനെ ഒരു കേസൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത്. അനന്തൻ നായർക്കെതിരെ ചാർജ് ഷീറ്റ് എഴുതാൻ ധൈര്യമുള്ള ഒരു പോലീസുകാരനും ഈ സ്റ്റേഷനിൽ ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല. സാർ, ലാത്തിയുടെ ചൂടറിഞ്ഞാൽ അവൻ പഠിക്കൂ. മരിച്ചെന്ന് കരുതിയിടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഒരു മരക്കോലി കാണിച്ചെന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. എന്റെ ശരീരത്തിന് അനന്തൻ നായർ എറിഞ്ഞിരുന്ന എച്ചിലിന്റെ മണമില്ല. സാറേ, ഇതിലൂടെ ഒഴുകുന്നത് ആത്മാഭിമാനത്തിന്റെ രക്തമാണ്. എന്താ പേര്? ബാലൻ. മിസ്റ്റർ ബാലൻ, അനന്തൻ നായരുടെ വീടെന്നല്ല, എവിടെ അക്രമം കാണിച്ചാലും അത് നിയമനിഷേധമാണ്. നിങ്ങൾ ഇനി തെറ്റ് ആവർത്തിക്കരുത്. നിങ്ങളെ തല്ലിച്ചതച്ചവരാരായിരുന്നാലും ശരി, അവരെ നിയമാനുസൃതം ശിക്ഷിക്കും. ഇനി ഈ സ്റ്റേഷൻ അതിർത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കാം. അനന്തൻ നായരോട് ഞാൻ സംസാരിക്കാം. വിളിക്കുമ്പോൾ വരണം. നിങ്ങളുടെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചും അന്വേഷണം നടത്തും. ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഉറപ്പ് തരാമെങ്കിൽ മിസ്റ്റർ ബാലൻ ഇപ്പൊ പോവാം. സാർ, അവനെ അകത്താക്കേണ്ടതായിരുന്നു. മുതലാളിക്ക് ദേഷ്യം വരും. അകത്താക്കിയ ബാലിന് ദേഷ്യം വരും. അവനും കുഴപ്പക്കാരനാണേ. പിന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ശരിയും തെറ്റുമൊന്നുമല്ല എന്റെ പൊന്നു സാറേ പ്രശ്നം. മുതലാളിയെ വെറുപ്പിക്കാതിരിക്കുന്നതാ ബുദ്ധി. എന്ന് വെച്ചാ എനിക്കൊരു മനസാക്ഷിയില്ലേ? സാറിന് നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ. വരുന്ന പോലെ വരട്ടെ, മരിക്കണമെങ്കിൽ മരിക്കട്ടെ. അല്ല പിന്നെ ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അനന്തൻ നായർക്ക് ദേഷ്യം തോന്നാൻ ഇത് തന്നെ ധാരാളമാണ്. പക്ഷെ എനിക്ക് എതിർക്കണമെന്നുണ്ട്. പക്ഷേ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ ഭീരുത്വം എന്നെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നു. എടോ, ആകെ മുങ്ങിയ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? പോണേ പോട്ടടോ. ഹെഡ് കോൺസ്റ്റബിൾ ചാത്തുക്കുട്ടിക്ക് മോഹൻദാസ് എന്നൊരു മകൻ ജനിച്ചിട്ടില്ലെന്ന് ധൈര്യമായിട്ട് അങ്ങ് വിചാരിക്കുക. ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ ഇവിടെ പരിവർത്തനത്തിന്റെ പാത വെട്ടാൻ കഴിയൂ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കടോ. പട്ടാപ്പകൽ വീട്ടിൽ കയറി വന്ന് തല്ലുണ്ടാക്കിയ ഒരു അക്രമിയെ എന്തർത്ഥത്തിൽ വെറുതെ വിട്ടു എന്നാണ് ചോദിക്കുന്നത്.
അക്രമികളെ നേരിടാൻ കഴിവില്ലെങ്കിൽ ഈ കാക്കിക്കുപ്പായ ഊരി വെച്ച് സലാം പറഞ്ഞു പോകണം സാറേ. താനാരാ? തരണോ? താനാണോ എനിക്ക് കാക്കി കുപ്പായം തയ്ച്ചു വന്നു? ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ, ഇറങ്ങി പോടാ. എന്റെ ആളുകളെ ചീത്ത വിളിക്കുന്നത് എന്നെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ്. ഞാനേ ഒരു സാധുവാ, ഭീരുവാ. പക്ഷെ ഈ നാറി എന്നോട് ഊരി വെക്കാൻ പറഞ്ഞ ആ കാക്കി കുപ്പായം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടത് പലതും പ്രതീക്ഷിച്ചുകൊണ്ടാ. ആ കുപ്പായത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. ഏമാമാരുടെ ഏറാം മോളികൾ എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങും. ഒരു ഭീരുവിനെ പോലെ 1000 തവണ മരിക്കുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരും എന്നെ വിരട്ടാൻ നോക്കണ്ട. ഓഹോ, എങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുവരെ ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എന്നെ അനുസരിക്കാതിരുന്നിട്ടില്ല. ആ, അനുസരിപ്പിക്കാൻ 5-6 പട്ടികളെ വാങ്ങിച്ച് വീട്ടിൽ വളർത്തിയാൽ മതി. തൊപ്പി തെറിക്കുന്നതിന് മുമ്പ് വീണ്ടും വിചാരം ഉണ്ടാവില്ല എല്ലാവർക്കും നന്ന്. കഴുത്തിന് മുകളിൽ തലയിൽ നിർത്തുള്ള കാലം തൊപ്പി അവിടെ തന്നെ കാണും. കാണാം. ആ, കാണാം. ബാലൻ എന്തെങ്കിലും ഒരു തീരുമാനം പറ. ഇന്ന് രാത്രി സൊസൈറ്റിയുടെ രോഗമില്ലത്ത് കൂടണമെന്ന് തീരുമാനിച്ചിരിക്കാൻ ബാലൻ വരണം. അനന്തം നായരെ അവസാനിപ്പിക്കാതെ ഒരു സൊസൈറ്റി ഇവിടെ രക്ഷപ്പെടില്ല. എനിക്കിപ്പോ മുകളിൽ ആകാശം, താഴെ ഭൂമി. ചിലപ്പോ തൂക്കിക്കൊല്ലുമായി, അത്രയല്ലേ ഉള്ളൂ. കൊല്ലുന്നത് ഒന്നിനും ഒരു പരിഹാരമാവില്ല ബാല. ഒരു അനന്തൻ നായർ മരിച്ചാൽ 1000 അനന്തൻ നായർ വരും. അടിച്ചമർത്തപ്പെട്ടവന് സംഘബോധമുണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം. ബാലന്റെ സാന്നിധ്യം സൊസൈറ്റിക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന്? കൂടെ നിൽക്കണം. ബാലൻ കൊലമരത്തിൽ കയറിയത് കൊണ്ട് നാട്ടുകാർക്ക് എന്തു ഗുണം? ബാലന്റെ പക, ബാലന്റെ പ്രതിഷേധം ഒക്കെ ക്രിയാത്മകമായി തിരിച്ചു വരണം എന്നാണ് എന്റെ അപേക്ഷ. സൊസൈറ്റിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാവണത് വരെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയല്ലേ. എത്ര ചാക്ക് വേണമെങ്കിലും അടുക്കി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. സൊസൈറ്റി കാരണം തിരുമേനിക്ക് ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ലെന്നേ ഉള്ളൂ. ആരെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞേ? അനന്തൻ നായരുടെ എതിർപ്പുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ എതിർപ്പ് എത്രത്തോളം ഉണ്ടാവുമെന്ന് കാണാൻ തന്നെയാ ഞാൻ കാത്തിരിക്കണേ. കുറെ നാളായിട്ട് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇത്രയും ആൾക്കാർ കൂടെ ഉള്ളപ്പം ഇനിയെ പേടിക്കുക പ്രേക്ഷിതരല്ലേ അത്? വേണച്ചാൽ കർഷക സഹകരണ സംഘം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയ ബോർഡും പഠിക്കോളൂ. അപ്പോ ആ പ്രശ്നം അങ്ങനെ കഴിഞ്ഞു. ഇനി വേണ്ടത് ധൈര്യമായിട്ട് എല്ലാവരും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതോടെ നമ്മുടെ സൊസൈറ്റി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നർത്ഥം. ഏലമായാലും കുരുമുളകായാലും ദിവസം തോറും വില കയറി വരികയാണ്. നമ്മുടെ സാധനങ്ങൾക്ക് ഏറ്റവും നല്ല വില കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ വിൽക്കൂ എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിക്ക് വളരാൻ കഴിയൂ. ഹലോ, എവിടേക്കാണ്? സാർ, ഇത് മുതലാളി ജീപ്പാണ്. ഏത് മുതലാളി? ഈ ഭൂലോകത്തിന്റെ മുതലാളിയൊന്നും അല്ലല്ലോ. എന്താണാവോ കന്നാസിനകത്ത്? സാറിനറിയില്ലേ, അന്ന് DSP സാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, പറഞ്ഞു. വാറ്റുകാരല്ലേ? അതെ. എങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാണ് സാർ? പറയാം, വണ്ടി എടുക്ക്. സ്ഥലം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇറങ്ങാൻ വണ്ടി. വിരോധമില്ലെങ്കിൽ സാറൊന്ന് ഇറങ്ങി വന്നാൽ കൊള്ളാം. അല്ല, ഇതൊക്കെ നമുക്ക് എക്സൈസുകാരെ വിളിച്ചേൽപ്പിക്കാം. എന്താ? അല്ല, കുഴപ്പമൊന്നുമില്ല. തന്റെ ഭൂലോക മുതലാളി വന്ന് ജാമ്യത്തിലെടുത്തോളൂ. എനിക്ക് ഈ ചാരായം മാറ്റുന്ന സ്ഥലം വരെ ഒന്ന് പോകണം. കൂടെ വരണമെന്നില്ല, സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സൈസുകാർ വരുന്നവരെ സ്റ്റേഷനിൽ ഇരുന്നോളൂ. ആ, ഇദ്ദേഹത്തെ അകത്തിരുത്തിക്കോളൂ. എന്നിട്ട് എക്സൈസ് ഓഫീസിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്ക്. സാറിത് കേസാക്കാൻ പോവുകയാണോ? ആ, എന്താ കുഴപ്പമാവൂ? തീർച്ചയായിട്ടും കുഴപ്പമുണ്ടാവും സാർ. മുതലാളി പ്രശ്നം ഉണ്ടാക്കും സാർ. കുഴപ്പമുണ്ടാക്കണോ? നമുക്ക് കാണാം. Do what I say, Brody. ആ കുട്ടി നിറഞ്ഞു.
സാറെന്താ ഇവിടെ? എന്താ എനിക്ക് വന്നൂടെ? പോലീസുകാരും ഇവിടെ വരാറില്ല. മാസാമാസം മുതലാളി സ്റ്റേഷനിൽ കാശെത്തിക്കുകയാണ് പതിവ്. എനിക്ക് കാശല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഈ ചാരായമാണ്. ആ, എല്ലാവരും പാത്രങ്ങളൊക്കെ എടുത്ത് തലയിൽ വയ്ക്ക്. സാറേ, ഇതൊക്കെ മുതലാളിയുടെ വകയാ. മുതലാളിയോ? എല്ലാവരും ജീവിക്കട്ടെ. ഈ നാട് നന്നാക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതി ഇത് വയ്ക്കണല്ലോ. ആ, നടക്കണം അങ്ങോട്ട്. ആ, ആരാ? ഞാനാണ് സർ, ബാലൻ. അപ്പൊ ഞാൻ തീരെ മോശമല്ലല്ലേ? ഏതായാലും നിങ്ങളെ ഇക്കാര്യത്തിൽ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് തല്ലാനും പിടിക്കാനും ഒക്കെ കഴിവുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്തി തന്നത് നിങ്ങളാ. ആ നന്ദി എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ആ റാസ്കൽ അനന്തൻ നായരോട് പോയി പറഞ്ഞേക്ക്, എന്നെ തല്ലാൻ ഇത്ര ആള് പോരെന്ന്. പോയാ പട്ടികളെ. ഓണോ? അല്ല, ആരാ ഇത്? എന്തോന്നാ സാറേ ഇത്? ഞാൻ നിങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരനല്ലേ? എന്നാലും സാറ് ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ നിങ്ങൾ എന്നെയും കൂടെ സഹകരിപ്പിക്കണം. വിവരങ്ങളൊക്കെ അറിഞ്ഞു. അനന്തനായരുമായി ഇടയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ?
നിങ്ങളെപ്പോലെയുള്ള ഉശിരുള്ള ചെറുപ്പക്കാർ എന്റെ കൂടെ ഉള്ളപ്പോ ഞാനെന്ത് പേടിക്കാനാ? അനന്തൻ നായരല്ല, രാവണൻ നായർ വന്നാൽ നമുക്ക് നോക്കാം. ആ പണി നടക്കട്ടെ. ഇതെവിടെ കൊണ്ടുപോകുന്നു? ഞങ്ങൾ കർഷക സഹകരണ സംഘം ഉണ്ടാക്കി. സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാകുന്നത് വരെ ചരക്കൊക്കെ ഇല്ലത്താണ് സംഭരിക്കുന്നത്. നിന്നെ പോലുള്ള പല അരപ്പാളികൾക്കും കൃഷി നടത്താനും വളം വാങ്ങാനും ഒക്കെ കാശ് തന്നാരാണെന്ന് മറന്നിട്ടില്ലല്ലോ. ആ കാശ് പലിശയോടെ തിരിച്ച്, പക്ഷേ നഷ്ടത്തിന് ചരക്ക് തരാൻ നിവർത്തി. ഓഹോ, എന്നു മുതലാണ് നിനക്കൊക്കെ ഈ ധൈര്യം ഉണ്ടായത്? മുതലാളി, ആ ജീപ്പ് ഒന്ന് മാറ്റിയാ കൊള്ളാം. ഈ കാളവണ്ടികൾ അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പോ എനിക്ക് ചരക്ക് തരാൻ നിവർത്തിയില്ല അല്ലേ? ഇല്ല. ഇറങ്ങടാ. അനന്തൻ നായരോട് ഈ നാട് ഭരിച്ചോളാനൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അയാൾ വലിയ പണക്കാരനായിരിക്കാം. ഞാൻ പഠിച്ചിട്ടുള്ള നിയമപുസ്തകത്തിന്റെ താളുകളിലൊന്നും ഈ കള്ളർ ആസ്കൽ അനന്തൻ നായർക്ക് യാതൊരു പരിഗണനയും കൊടുത്തായി കണ്ടിട്ടില്ല. സ്റ്റേഷൻ ചെന്നൊരു പരാതി എഴുതി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോളും. ഒരു തുറന്ന യുദ്ധത്തിന് സമയമായെന്ന് തോന്നുന്നു. ഞാൻ വരട്ടെ. മിസ്റ്റർ അനന്തൻ നായർ, പൂജാമുറിയിലാണ്. പൂജിച്ചത് മതിയെന്ന് പറയൂ. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്ത് വരമാണ് വേണ്ടെന്ന് ചോദിച്ചാൽ മാത്രം മതി. വിളിക്കേ. ഹലോ ഇൻസ്പെക്ടർ. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കാൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്ന ആളുകൾ പറഞ്ഞില്ലേ, മിസ്റ്റർ അനന്തൻ നായർക്ക് തരാൻ ഓരോരുത്തരുടെയും കയ്യിൽ ഞാൻ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കൊടുത്തയച്ചിരുന്നല്ലോ. കിട്ടിയില്ലേ? കിട്ടി. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയൊരു സമ്മാനം താങ്കൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സമയമുണ്ടല്ലോ. അധികമില്ല. ഇൻസ്പെക്ടർ, ചെറുപ്പത്തിന്റെ ആവേശം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നിങ്ങൾ ചെറുപ്പമല്ലല്ലോ. ജന്മനായുള്ള അഹന്തയും മുരടിച്ച് തുരുമ്പെടുത്തൊരു മനസ്സുള്ള നിങ്ങൾക്ക് ചെറുപ്പത്തെക്കുറിച്ചോ വലിപ്പത്തെപ്പറ്റിയോ ഒരു ചുക്കും അറിയില്ല. പാവങ്ങളുടെ തലയിൽ കയറിയെന്ന് ഇത്രയും കാലം നിങ്ങൾ സവാരി നടത്തി. മറ്റുള്ളവനെ തല്ലുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം, അനുഭവിപ്പിച്ചു തരാം. ഐ നോ യു ആർ എ ഡെവിൾ, ബട്ട് ഡോണ്ട് ലാഫ് ലൈക്ക് എ ബിച്ച്. കം വിത്ത് മീ. ഇൻസ്പെക്ടർ, അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വാക്കുകൾ ഉപയോഗിക്കുന്നത്? വരുന്നു അതോ ഞാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം? മനസ്സിലായില്ല. ശ്രീമാൻ അനന്തൻ നായരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ഓ, എന്നാ നേരത്തെ പറയണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അനാവശ്യമായിട്ട് സാറ് വെറുതെ ബുദ്ധിമുട്ടി. ഒരു മിനിറ്റ്. ക്ഷമിക്കണം, വേണ്ടപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ശേഷി സാറിന് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ചു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു സമ്മാനം. പ്രശ്നമില്ല, നേരെ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ചെന്ന് കണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തോളൂ. എന്നിട്ട് കോടതി അനുവദിച്ചാൽ ഒട്ടും വൈകാതെ നേരെ ഇങ്ങോട്ട് പോന്നോളൂ. എന്നിട്ട് അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ കാത്തിരിക്കാം. ഒരു ലെറ്റർ ഉണ്ട് സാർ. സ്ഥലമാറ്റമാണ് അല്ലേ സാർ? എങ്ങനെ മനസ്സിലായി? സാറ് തെറ്റിദ്ധരിക്കരുത്. സാറ് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. മുതലാളിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്രയും പിടിയുണ്ട് സാറേ.
ഉപദേശിക്കാന്ന് കരുതരുത്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് സാറ് തന്നെ നേരിട്ട് മുതലാളി പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മുതലാളി ട്രാൻസ്ഫർ റദ്ദാക്കി തരും. Get out and get lost, bastard! ഹലോ, ഞാൻ അയച്ച രണ്ടാമത്തെ സമ്മാനവും സാറിന് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ആ മിസ്റ്റർ മോഹൻദാസ്, സ്വയം തിരുത്താൻ ഇനിയും സമയമുണ്ട്. അങ്ങനെ തിരുത്തേണ്ടി വരുന്നതിന് മുമ്പ് തന്റെ ജീവിതകഥയുടെ അവസാനത്തെ അധ്യായത്തിന് ഞാൻ അടിവരയിട്ടിരിക്കും. Stupid! എന്താ സാറേ പോയിട്ട് അനന്തം നേരെ അറസ്റ്റ് ചെയ്തില്ലേ? ഇല്ല, അതിന് മാത്രം ഞാൻ വളർന്നിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ളവർ വോട്ട് ചെയ്യുന്നുണ്ടാക്കിയ ഭരണകൂടം വിലക്കുകളുടെ ചങ്ങല കൊണ്ട് എന്നെ തന്നെ ബന്ധിച്ചിരിക്കുകയാണ്. ഒരു സമൂഹം അത് അർഹിക്കുന്ന ഭരണകൂടമേ ലഭിക്കൂ എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. എടോ, ഇത് സമർത്ഥന്റെയും ശക്തിയുള്ളവന്റെയും മാത്രം ലോകമാണ്. പല നാടുകളിൽ, പല പേരുകളിൽ, പല കാലങ്ങളിൽ അവനുണ്ടായിരുന്നു. മർദ്ദകനായും ചൂഷകനായും വഞ്ചകനായും. ജർമ്മനിയിൽ ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയത് അവനായിരുന്നു. ഖസാക്കിസ്ഥാനിലെ നിർദ്ധനായ കർഷകർക്ക് നേരെ നിറയൊഴിച്ചതും മറ്റാരുമായിരുന്നില്ല. സമത്വത്തിനു വേണ്ടി മുറവിളി കൂട്ടി ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ ബോംബെറിഞ്ഞ് സൂചിക്കുന്നത് അവനാണ്. ആജ്ഞകളാലും വാഗ്ദാനങ്ങളാലും ഭീഷണികളാലും അവൻ വഞ്ചിക്കപ്പെട്ട സമൂഹത്തിന്റെ കഴുത്തെറുക്കുന്നു. അവൻ ഒരുക്കിത്തരുന്ന നികൃഷ്ടമായ ജീവിത സാഹചര്യങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എരിഞ്ഞടങ്ങാനാണ് നിന്റെയൊക്കെ വിധി. I am helpless. I can't protect you. You can't fight against your destiny. Go to hell and weep yourself until your bloody death. നാട്ടുകാരാകെ ഇളകിയിരിക്കാൻ അന്തിന് ട്രാൻസ്ഫർ ജയിച്ചെന്ന എല്ലാരും പറയണേ. ചേച്ചിക്കറിയാ? കരയുന്ന കുട്ടിയെ ഒക്കെ എനിക്കറിയാം. അച്ഛൻ, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ പേര് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? പാരമ്പര്യത്തിന്റെ ജീർണഗന്ധം ശ്വസിച്ചാണ് ഞാൻ വളർന്നിട്ടുള്ളത്. സ്നേഹത്തിന്റെ മുമ്പിൽ ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല. ഇൻസ്പെക്ടർ അയാള് ചെറുപ്പമല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ ഇനിയും സമയമെടുക്കും. അതുകൊണ്ടാണ് അവനെ സ്ഥലം മാറ്റി കളയാമെന്ന് വെച്ചത്. ഇനി വേണ്ടത് നമ്പൂരുടെ ഇല്ലത്തൂന്ന്. ഓ, അതിപ്പോ ഇല്ല അല്ലല്ലോ, കർഷക സഹകരണ സംഘത്തിന്റെ ഗോഡൌൺ അല്ലേ. അവിടെ സംഭരിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ലോറിയിൽ കയറ്റിക്കൊണ്ടുവരുന്നു. സംഘത്തിനിപ്പോ കൂടുതൽ ആൾബലമുണ്ട്. ഉണ്ടായിക്കോട്ടെ, എല്ലാ കരുതലോടും കൂടിയല്ലേ നമ്മൾ പോകുന്നത്. സംഘം പൊളിച്ചാലിയ നാറികളുടെ അഹങ്കാരം അവസാനിക്കും. പൊയ്ക്കോളൂ. ഞാൻ ഇല്ലത്തേക്ക് വരികയായിരുന്നു. എപ്പോഴാ നീ തിരിച്ചു വരിക? ഉടനെ, എത്രയും പെട്ടെന്ന്. ഈ സ്റ്റേഷനിൽ തന്നെ വീണ്ടും ചാർജ് കിട്ടോ? സാധ്യതയില്ല, പക്ഷേ എന്നാലും വന്നല്ലേ പറ്റൂ. താക്കോല് തിരിച്ചേൽപ്പിക്കുന്നു. പോയിട്ട് വരട്ടെ. എന്താ എന്താ ചോദിച്ചത്? എന്താ പറയണമല്ലേ? പറയാം. എടുക്കണടാ, വരണ്ട. എല്ലാവരും വരൻ, ഓടി വരൻ. അനന്തന്മാർ ഇല്ലത്തോളം സാധനങ്ങൾ നടത്താൻ നോക്കുന്നു. ഓടി വരൻ, വരൻ.
ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും രക്ഷിക്കാൻ സാർ തിരിച്ചു വരണം. മിസ്റ്റർ വേണു, ഞാൻ ദൈവമല്ല, പക്ഷേ ഞാൻ വരും. ഈ ഗ്രാമമാണ് എന്നെ ഉണർത്തിയത്. ബാലിനെ പോലെയുള്ള ആളുകളാണ് എന്നെ പ്രതികരണശേഷിയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയത്. മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മേലധികാരികളോട് ഞാൻ അപേക്ഷിക്കും. ഞാനിവിടെ തിരിച്ചു വരിക തന്നെ ചെയ്യും.